ഞാനൊരു 4 ഫാക്ടേഴ്സിനെ സൂചിപ്പിക്കുകയാണ്. ഈ സമൂഹത്തിന്റെ പുരോഗതിയെ പുറകോട്ടോ അല്ലെങ്കിൽ നിലനിർത്താനോ ശ്രമിക്കുന്ന 2 എലിമെന്റുകൾ, അതുപോലെ തന്നെ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അറിയാം, ഇരുണ്ട കാലഘട്ടം എന്ന് വിളിക്കുന്ന യൂറോപ്പിലെ ആ കാലഘട്ടത്തിൽ അന്ന് ഫ്യൂഡലിസത്തോടൊപ്പം തന്നെ അത് ദൃഢപ്പെടുത്തുന്നതിൽ വിശ്വാസങ്ങൾക്കുണ്ടായിരുന്ന വലിയ പങ്ക്. ഭരണകൂടങ്ങളൊക്കെ തന്നെ മതവിശ്വാസത്തിന്റെയും അതുപോലെ പ്രത്യേകമായ ചില വിഭാഗത്തിന്റെയും മാത്രമായപ്പോഴത്തേക്ക് മൊത്തം സാമൂഹ്യ പുരോഗതി തന്നെ നിശ്ചലമായി നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതേസമയത്ത് റിനൈസൻസ് ഒക്കെ വന്നതിന് ശേഷം മൊത്തം സമൂഹത്തിൽ ഒരു ശാസ്ത്രത്തോടുള്ള ഒരു ആഭിമുഖ്യം വളരുന്ന ഘട്ടത്തിലാണ് സമൂഹം പുരോഗതിക്ക് വന്നത്. ഒപ്പം തന്നെ അതിനകത്ത് മാനവികതയും വളർന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമുക്കിത് ഏത് കാലഘട്ടത്തിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നാണ്. സമൂഹത്തെ നിശ്ചലമാക്കി നിർത്താനോ അല്ലെങ്കിൽ പുറകോട്ട് വലിക്കുന്നതിനോ വേണ്ടിയിട്ട് മതപരമായ താല്പര്യങ്ങളും അതുപോലെ വിഭാഗീയമായിട്ടുള്ള ചിന്തകളും ഇടവയ്ക്കുമ്പോൾ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ശാസ്ത്രാഭിമുഖ്യവും മാനവികതയുമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത ക്ലാസ് TVN ഇന്നലെ എടുത്ത ക്ലാസ് ആണ്. നമ്മുടെ ഈ കാലഘട്ടത്തില് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ വളരെ വിശദമായിട്ട് അദ്ദേഹം ആ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഒരു ഭാഗത്ത് ഈ കാലഘട്ടത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭൂതപൂർവമായിട്ടുള്ള ഒരു കുതിപ്പുണ്ടായിട്ടുള്ള കാലഘട്ടമാണ്. ദൂരത്തെയും സമയത്തെയും ഭേദിച്ചുകൊണ്ട് ലോകത്തെ മൊത്തം ഏകീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്ര സാങ്കേതിക കുതിപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനെ ചിലര് ആഗോളവൽക്കരണം എന്ന് പറയാറുണ്ട്. ഒപ്പം തന്നെ നമ്മളുടെ സമ്പത്തുണ്ടാക്കുന്നതിൽ മനുഷ്യാധ്വാനത്തിന്റെ പങ്ക് അതിനെ ലഘൂകരിച്ചിരിക്കും. ഒരിക്കൽ CT കുര്യൻ അദ്ദേഹത്തിന്റെ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചത്, നാളിതുവരെയുള്ള സാമൂഹ്യ വ്യവസ്ഥകളിലൊക്കെ മുഴുവൻ ജനസമൂഹങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഉത്പാദന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഇന്ന് മൊത്തം ജനങ്ങളെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് അത് ആവശ്യമില്ല. അവരെ മാറ്റി നിർത്തിക്കൊണ്ട് മുഴുവൻ പേർക്കും വേണ്ട സാധന സാമഗ്രികൾ ഉത്പാദിപ്പിക്കാൻ കഴിയും എന്ന തലത്തിലേക്ക് സാങ്കേതിക വിദ്യ വികസിച്ചു എന്നത്. അതുകൊണ്ട് കുറെ പേരെ സമൂഹത്തിൽ നിന്ന് തട്ടി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, നേരത്തെ അതല്ല, ഒന്നുകിൽ വിപണി എന്ന നിലയിൽ അല്ലെങ്കിൽ ഉത്പാദകൻ എന്ന നിലയിൽ എല്ലാവർക്കും ഒരു റോൾ ഉണ്ടായിരുന്നു. മനുഷ്യാധ്വാനത്തിൽ വന്ന ലഘൂകരണമാണ് അതിന് ഇടയാക്കിയത്, സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ട്. ആ ടെക്നോളജിയുടെ വികാസമാണ് യഥാർത്ഥത്തിൽ ഗ്ലോബലൈസേഷനും സാമ്പത്തിക വളർച്ചയ്ക്കും ഒക്കെ ഇടയാക്കിയത്. പക്ഷെ ആ സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ സമൂഹത്തിൽ പോസിറ്റീവായിട്ട് ജനങ്ങളുടെ ചിന്താഗതിയിൽ അതിന്റെ ഒരു ഇമ്പാക്ട്, അത് പാരിസ്ഥിതിക അവബോധം 72-ന് ശേഷമാണ് നമ്മുടെ ലോകത്ത് പാരിസ്ഥിതിക അവബോധം വളരെ ശക്തമായിട്ട് വളരാൻ തുടങ്ങിയത്. ഒപ്പം ജനാധിപത്യപരമായിട്ടുള്ള ആശയങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാമുഖ്യം കിട്ടി എന്നുള്ളത് ആണ് ഈ കാലഘട്ടത്തിലെ പോസിറ്റീവായിട്ടുള്ള ഘടകം. പക്ഷേ അടിസ്ഥാന ജീവിത പ്രശ്നങ്ങൾ പരിഹൃതമാകാതെ വലിയ വിഭാഗം നിലനിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഇന്നലെ സൂചിപ്പിച്ചു. വലിയ തോതിൽ അന്തരം, അത് പ്രദേശങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ, ജനങ്ങൾ തമ്മിൽ എല്ലാം തന്നെ അന്തരം വർദ്ധിക്കുന്നു. വികസന പ്രക്രിയയിൽ നിന്ന് ആട്ടിയിടിയപ്പെടുന്നവര്, നേരത്തെ സൂചിപ്പിച്ച മാർജിനലൈസ് ചെയ്യുന്ന വിഭാഗങ്ങൾ ഉണ്ടാകുന്നു. വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ 2008 പ്രതിസന്ധി ഉണ്ടായി. ഇപ്പോൾ കോവിഡിന് തൊട്ട് മുമ്പ് വലിയൊരു പ്രതിസന്ധിയെ നമ്മൾ ഫേസ് ചെയ്തപ്പോഴത്തേക്കാണ് കോവിഡ് വന്നത്. അതുകൊണ്ട് കോവിഡിന്റെ പുറത്ത് അത് കയറ്റിവെച്ചു എന്ന് മാത്രം. അതുപോലെ പാരിസ്ഥിതികമായിട്ട് കാലാവസ്ഥാ വ്യതിയാനം, പരിസ്ഥിതി പ്രശ്നങ്ങൾ രൂക്ഷമാകുകയാണ്. ഇപ്പോൾ ശോഷണം പോലുള്ള അല്ലെങ്കിൽ ജൈവവൈവിധ്യ നാശം പോലുള്ള കാര്യങ്ങൾ. രോഗങ്ങളെ അതിജീവിക്കുന്നതിലാണ് ശാസ്ത്രം ഏറ്റവും സംഭാവന ചെയ്തെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയ മഹാമാരികളെ നേരിടുന്നു. ഒപ്പം വിഭാഗീയതകൾ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നലെ അവതരിപ്പിച്ചത്. ഇത് സൂചിപ്പിക്കുന്നത് നമ്മൾ ഇതുവരെ വന്ന വഴിയിൽ ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല ലോകത്തിന്. ഈ പരിഷ്കാരങ്ങൾ തുടങ്ങി വെച്ച ഘട്ടത്തിൽ മാർഗരറ്റ് താച്ചർ അവരാണ് ആദ്യം പറഞ്ഞത് there is no alternative. പിന്നെ അത് നിയോ ലിബറലിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി മാറിയിരുന്നു. അക്കാലഘട്ടത്തിലെ ജനകീയ നേതാവായിട്ടുള്ള നെൽസൺ മണ്ടേല അപ്പോൾ തന്നെ പറഞ്ഞു, we can change the make a better place. It is in your hand to make a difference. നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു ലോകം
സൃഷ്ടിക്കാൻ കഴിയുന്നത്. അത് 10-30 വർഷം മുമ്പാണ്. കാലം കുറച്ചുകൂടെ പോയപ്പോഴത്തേക്ക് താച്ചറിന്റെ താച്ചറിന്റെ പുതിയ രൂപവുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ ഗ്ലോബൽ വാർമിങ്ങിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്. ഗ്ലോബൽ വാർമിംഗ് ഇല്ല എന്നാണ് പറഞ്ഞത്. അതിനു മറുപടിയായിട്ട് ഒരു 16 വയസ്സുകാരി പെൺകുട്ടിയുടെ വാക്കുകൾ ലോകം ശ്രദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. നിങ്ങൾ ഭാവിയെപ്പറ്റി, നിങ്ങളുടെ കുട്ടികളെ പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്നാണ് അവർ സൂചിപ്പിച്ചത്. അതായത് നാളിതുവരെ തുടർന്ന് വന്ന ക്യാപിറ്റലിസത്തിന്റെ തീവ്ര മുതലാളിത്തത്തിന്റെ ഈ ഒരു കാലഘട്ടം, നിയോലിബറൽ കാലഘട്ടം, അത് മാറിയേ തീരൂ. പുതിയൊരു ലോകം നമുക്ക് സൃഷ്ടിച്ചേ തീരൂ. ഇത് തുടക്കം മുതൽ പലരും സൂചിപ്പിക്കുന്നതാണ്. അതിന് കൂടുതൽ കൂടുതൽ പ്രസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. മറ്റൊരു ലോകം സാധ്യമാണ് എന്ന് നമ്മൾ ഉറക്കെ പറയേണ്ടിയിരിക്കുന്നു. അതിന് സൂചനകൾ ഇന്നലെ പറഞ്ഞിരുന്നു. നമുക്ക് വേണ്ടത് നീതിപൂർവകവും സുസ്ഥിരവുമായ ഒരു പുതുലോകം സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യം ലോകത്തുള്ള മാനവരാശി ഏറ്റെടുക്കേണ്ട കാലഘട്ടമാണ്. മുഴുവൻ മാനവരാശിക്ക് ഒരിക്കലും ഏറ്റെടുക്കാൻ കഴിയില്ല, നേരത്തെ സൂചിപ്പിച്ചു. പക്ഷെ മുമ്പോട്ട് നോക്കുന്നവര്, ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള ആൾക്കാര്, ശാസ്ത്രത്തെ സ്നേഹിക്കുന്നവര്, മാനവികത ഉയർത്തിപ്പിടിക്കുന്നവര്, അവര് നീതിപൂർവവും സുസ്ഥിരവുമായ ഒരു പുതുലോകത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പറയണം. ഇത് നമ്മളുടെ മാത്രം അജണ്ടയൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇന്ന് ലോക സംഘടനകള് ഗ്ലോബലൈസേഷന് വേണ്ടിയിട്ട് മുൻകൈയെടുത്തത് വേൾഡ് ബാങ്കും IMF ആണ്. പക്ഷെ ലോകബാങ്കിന്റെ ഇന്നത്തെ പഠനങ്ങൾ തന്നെ ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധികൾ സൂചിപ്പിക്കുന്നതാണ്. ആ പഠനത്തെ കൂടെ അധികരിച്ചുകൊണ്ടാണ് ഐക്യരാഷ്ട്ര സംഘടന ലോകം മാറണം, ഒരു 2030 ആകുമ്പോഴത്തേക്ക് സുസ്ഥിര വികസനത്തിലുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രങ്ങളും ചില പോളിസികൾ എടുക്കണം. ഒരു ലക്ഷ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒന്നാമത്തത് അതിദാരിദ്ര്യം ഇല്ലാതാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം $1 വരുമാനമുള്ളവർ ഇല്ലാത്തവരെയാണ് അതിദരിദ്രർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിദാരിദ്ര്യം ഇല്ലാതായിരിക്കണം. രണ്ടാമത്തത് സീറോ ഹങ്കർ, അതായത് വിശപ്പില്ലായ്മ. എന്നുവെച്ചാൽ വിശപ്പ് ഉണ്ടാകരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ നമുക്ക് ഉണ്ടാകണം, ഭക്ഷ്യ സുരക്ഷ ഉണ്ടാകണം, എല്ലാവർക്കും ആരോഗ്യം ലഭ്യമാക്കണം, എല്ലാവർക്കും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം വേണം, സ്ത്രീ പുരുഷ തുല്യത വേണം, എല്ലാവർക്കും ശുദ്ധജലം വേണം, അതുപോലെ ശുചിത്വ സൗകര്യങ്ങൾ വേണം, അതുപോലെ എല്ലാവർക്കും നല്ല ഊർജം ലഭിക്കണം, വൈദ്യോർജം, ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള പാചകവാതവും അതുപോലുള്ള ഊർജം ലഭ്യമാക്കണം. അതുപോലെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കണം. അത് സാമ്പത്തിക പ്രക്രിയയിൽ എല്ലാവർക്കും പങ്കാളികളാകാനുള്ള അവസരം ഉണ്ടാകണം. വ്യവസായങ്ങൾ നവീകരിക്കണം, അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം, പക്ഷെ സുസ്ഥിരതയിൽ ആയിരിക്കണം. ഒപ്പം തന്നെ ഇന്ന് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന അസന്തുലിതാവസ്ഥ, രാജ്യങ്ങൾ തമ്മിൽ, പ്രദേശങ്ങൾ തമ്മിൽ എല്ലാം ഉള്ള അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കണം. അതുപോലെ നഗരങ്ങളും സമൂഹവും എല്ലാം തന്നെ സുസ്ഥിരതയിലൂന്നിയായിരിക്കണം മുന്നേറേണ്ടത്. എന്തും വാങ്ങി വലിച്ചെറിയുന്ന സംസ്കാരം ഉപേക്ഷിക്കപ്പെടണം. റെസ്പോൺസിബിൾ കൺസംപ്ഷൻ, ഉത്തരവാദിത്തോടും കൂടിയിട്ട്. ഇത് ഈ രീതിയിലുള്ള നമ്മുടെ കൺസംപ്ഷൻ എന്താഘാതം ഉണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വത്തോടു കൂടിയിട്ടുള്ള ഉപഭോഗ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കണം. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള ആഗോളതാപനം, അതുപോലെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം, അതിനെ നിയന്ത്രിക്കാനാകണം. കാർബൺ പാദമുദ്ര കുറയ്ക്കണം, കടലിനെ പരിപാലിക്കണം. കടൽ മലിനമാവുകയാണ്, കടലിലെ താപനില കൂടുകയാണ്, അതുകൊണ്ട് കടലിനെയും പരിപാലിക്കണം. അതുപോലെ ഭൂമിയിലെ, കരയിലെ ജൈവസമ്പത്തിനെ സംരക്ഷിക്കണം. എല്ലാവർക്കും സമാധാനവും നീതിയും ലഭ്യമാകണം. അതിനുതകുമാറ്
നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങളെയൊക്കെ മാറ്റി തീർക്കണം. ഇന്നത്തെ ചീഫ് ജസ്റ്റിസിന്റെ പ്രഖ്യാപനം തന്നെ ഇത് ചേർത്ത് വെച്ചിട്ട് വായിക്കാം. ഒപ്പം ഈ കാര്യങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് ലോകരാജ്യങ്ങൾ തമ്മിൽ പരസ്പരമായ ഐക്യവും സൗഹാർദ്ദവും നിശ്ചയദാർഢ്യവും ഒക്കെ വളർത്തിയെടുക്കണം. ഇത് ഐക്യരാഷ്ട്ര സംഘടന മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെയാണ് മറ്റൊരു ലോകം സാധ്യമാണ് എന്ന് പറയുന്ന നമ്മളെപ്പോലുള്ളവര് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ ലക്ഷ്യപ്രഖ്യാപനങ്ങള് അത് പ്രാവർത്തികമാകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ പ്രയാസമുള്ള കാര്യമാണ്. അതിന്റെ വഴികളൊന്നും യഥാർത്ഥത്തില് ഐക്യരാഷ്ട്രസഭ മുമ്പോട്ട് വയ്ക്കുന്നില്ല. പ്രശ്നം ഈ 30 വർഷത്തെ വികസനം എടുത്തു നോക്കിയാൽ, അതല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ വികസനം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ വികസനത്തെക്കുറിച്ചുള്ള ഭിന്നമായ കാഴ്ചപ്പാടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 91 വരെ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ഒരു വികസന രീതിയല്ല 91-ന് ശേഷമുള്ളത് നമുക്കറിയാം. 2 വഴികളാണ്. ഒന്ന് എക്കണോമിക് ഗ്രോത്തിനെ ബേസ് ചെയ്തിട്ടാണ്, ഒന്ന് ജനങ്ങളുടെ ജീവിത നിലവാരത്തെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിൽ ഏത് വികസനമാണ് നേരത്തെ പറഞ്ഞ ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് സഹായകരമാകുന്നു എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതല്ലാതെ നമുക്ക് ഈ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ല. നമുക്ക് ഇതിൽ ഓരോന്നിനെയും പരിചയപ്പെടാം. ആദ്യത്തെ സാമ്പത്തിക വളർച്ചയാണ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണ്? രാജ്യത്തുണ്ടാകുന്ന മൊത്തം സമ്പത്ത് എന്ന് പറഞ്ഞാൽ മൊത്തം ചരക്കുകളും സേവനങ്ങളും എല്ലാം അത് കൂടുതലായിട്ട് ഉത്പാദിപ്പിക്കുക. ആ വളർച്ചാ നിരക്കാണ് പുരോഗതിയുടെ ലക്ഷണമായിട്ട് അവർ ചൂണ്ടിക്കാണിച്ചത്. പക്ഷെ അങ്ങനെ സമ്പത്തിന്റെയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും വർധനവ് ജനസംഖ്യയുടെ വർധനവിനേക്കാൾ കുറവാണെങ്കിലോ ജനങ്ങളുടെ ക്ഷേമം കുറയും. അതുകൊണ്ട് ആളോഹരി വരുമാനം കൂടെ കൂട്ടണം. എന്ന് വെച്ചാൽ മൊത്തം GDP-നെ, മൊത്തം ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചത്. ഒപ്പം തന്നെ അവർ പറയുന്നു, അങ്ങനെ ഒരു ആളോഹരി ഇത് ഉണ്ടെങ്കിൽ, സമ്പത്ത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സമ്പത്ത് ഉണ്ടാക്കുന്നത് സംരംഭകരാണ്. അതുകൊണ്ട് സംരംഭകർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. അതുകൊണ്ട് ഇന്ന് എല്ലാവരും പറയുന്ന ഒരു ഇതാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. എന്നിട്ടുണ്ടെങ്കിൽ വ്യവസായികൾക്ക്, സംരംഭകർക്ക്, മൾട്ടിനാഷണലുകൾക്ക് അവർക്ക് അവിടെ നിക്ഷേപിക്കാൻ സഹായകമായ ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് ഉറപ്പുവരുത്തല്. അതുപോലെ വികസനത്തിന്റെ സൂചികയായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊന്ന് ഓഹരി വിപണി സൂചികയാണ്. ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക, ഷെയർ മാർക്കറ്റിൽ ഇൻഡെക്സ് കൂടിയോ? കൂടിയിട്ടുണ്ടെങ്കിൽ നല്ല ബജറ്റ് എന്നാണ് നമ്മളുടെ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇന്ന് വികസനത്തെ കുറിച്ചിട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാട് അതാണ്. തീർച്ചയായും ഒരു ലോജിക് ഉണ്ട്. ആ ലോജിക് എന്താണ്? കൂടുതൽ സമ്പത്ത് ഉത്പാദിപ്പിക്കുമ്പോൾ, ചരക്കുകൾ സേവനം ഉണ്ടാകുമ്പോഴത്തേക്ക് അത്രയും സാധനങ്ങൾ ലഭ്യമാകും. മാത്രമല്ല അതിനു വേണ്ടിയിട്ട് കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടും. അതിലൂടെ അവരുടെ കയ്യിലേക്ക് വരുമാനം കിട്ടും. അങ്ങനെ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അവരുടെ ജീവിത നിലവാരം ഉയരും. മൊത്തം രാജ്യം അഭിവൃദ്ധി പ്രാപിക്കും. ഇതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു, സമ്പത്തുണ്ടാകുന്നത് സംരംഭകരാണ്. നമ്മളുടെ ദേശീയ ബജറ്റിലെ എക്കണോമിക് സർവേയിലൊക്കെ നിരന്തരമായിട്ട് ആവർത്തിക്കുന്ന ഒരു സെന്റൻസ് ആണ് കേട്ടോ. വെൽത്ത് ക്രിയേറ്റേഴ്സ് എന്നാണ് കോർപ്പറേറ്റുകൾ വിളിക്കുന്നത്. വെൽത്ത് ക്രിയേറ്റേഴ്സ് എന്നാണ്. അവർക്ക് പ്രവർത്തിക്കാൻ സാഹചര്യങ്ങൾ വേണമെന്ന്. അപ്പൊ സമ്പത്ത് ഉണ്ടാക്കുന്നത് സംരംഭകരാണ്. അങ്ങനെ ആ സംരംഭകരെ രാജ്യത്തേക്ക് ആകർഷിക്കണം. നമ്മുടെ രാജ്യത്തെ നിക്ഷേപകരെ ഇവിടെ തന്നെ നിക്ഷേപിക്കാനായിട്ട് പ്രേരിപ്പിക്കണം. അങ്ങനെ പ്രേരിപ്പിക്കണമെന്നെങ്കിൽ അങ്ങനെ പ്രേരിപ്പിക്കുക എങ്ങനെയാണ്? അവര് ലാഭം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ അവർക്ക് ലാഭം ഉറപ്പാക്കണം. എങ്ങനെയാണ് ലാഭം ഉറക്കുക? അവർക്ക് നികുതിയുടെ കാര്യത്തിലുള്ള ഇളവുകൾ നൽകണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. ഒപ്പം തന്നെ അവർക്ക് ആവശ്യമായ പ്രകൃതി വിഭവങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ലഭ്യമാക്കാനുള്ള ചെയ്യണം. പറ്റുമെങ്കിൽ സൗജന്യമായിട്ട് തന്നെ. കാരണം അവർ രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ്. അതാണ്. അപ്പൊ പ്രകൃതി വിഭവങ്ങൾ ലഭ്യമാക്കണം. അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, റോഡാകട്ടെ, റെയിലാകട്ടെ, വിമാനത്താവളമാകട്ടെ, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളുടെ ഗവൺമെന്റ് സർക്കാരിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡെവലപ്പ് ചെയ്തു കൊടുത്താൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യണം.
ഇതൊന്നും വേണ്ട എന്നല്ല, പക്ഷെ ലക്ഷ്യം അതാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴത്തേക്കാണ് പ്രശ്നം വരുന്നത്. അതുപോലെ പരിസ്ഥിതി എന്ന് പറഞ്ഞിട്ട് വെറുതെ സംരംഭകരൊന്നും ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അതുകൊണ്ട് പരിസ്ഥിതി നിയമത്തില് നേരത്തെ 72-ന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള പരിസ്ഥിതി നിയമങ്ങളെ അതിനെ ഇളവ് വരുത്തണം ചിലതൊക്കെ. കാരണം നാടിന്റെ വികസനമാണ് പ്രധാനം. ആ വികസനത്തിന് വേണ്ടിയിട്ട് പരിസ്ഥിതി തടസ്സമാകരുത്. പരിസ്ഥിതി നിയമത്തിൽ ഇളവുകൾ വേണം, തൊഴിൽ നിയമത്തിൽ ഇളവുകൾ വേണം. ഈ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കൊടി പിടിക്കുന്ന ആ രീതി നമ്മുടെ നാടിന്റെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തൊഴിൽ നിയമത്തിൽ ഇളവുകൾ വേണം. ഇതാണ് വളരെ ബോധപൂർവമായിട്ട് നമ്മളുടെ മാധ്യമങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ, നമ്മുടെ സിലബസുകളിലൂടെ എല്ലാം സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പേരിൽ നമ്മുടെ സമൂഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. ഇതൊരു പൊതുബോധമായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ അതിന്റെ ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. വളർച്ച എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയാണ്. ഇപ്പൊ നമുക്കറിയാം, വിദ്യാഭ്യാസം നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ വിദ്യാഭ്യാസം സൗജന്യമാണ്. പണത്തിന്റെ ഉള്ള ഇടപാടുകളാണ് അതിന്റെ ആകെ അളവാണ് വികസനത്തിന്റെ തോത്. അപ്പോ ആ പണാടിസ്ഥാനത്തിലുള്ള ഇടപാടുകൾ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം പണത്തിന്റെ ഇടപാടുകളാക്കിയാലോ നാട് വളരും. ഗുണപരമായി യാതൊരു മാറ്റവും ഇല്ല, പക്ഷെ നാട് വളരുന്നതായിട്ട് തോന്നും. മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു, നാട് വളരും. പാരിസ്ഥിതികമായിട്ട് ദോഷം ചെയ്യുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നു, അപ്പോഴും നാട് വളരും. അതായത് സമ്പത്തിന്റെ വർധനവ് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. അതുപോലെ വൻകിട വ്യവസായങ്ങൾ വരുന്നത് ആധുനിക സാങ്കേതിക വിദ്യകൾ പരമാവധി ആൾക്കാരെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ്. ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്, ആധുനിക ടെക്നോളജിയാണ്. അത് ഇന്നത്തെ ദേശീയ ചിത്രം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സ്ഥിരം തൊഴിലുകളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു എല്ലാ മേഖലയിലും. ഈ വലിയ തോതിൽ വ്യവസായ പുരോഗതി ഉണ്ടായെന്ന് പറയുന്നത് ഒരു ഭാഗത്തും തൊഴിലുണ്ടായിട്ടില്ല. മൂലധന കേന്ദ്രീകൃതമായ വികസനമാണ് നടക്കുന്നത്. വളർച്ചാ നിരക്ക് മുകൾത്തട്ടിൽ മാത്രം ഉണ്ടായാൽ മതി. ഏറ്റവും മുകൾത്തട്ടില് അപ്പൊ നമുക്ക് ഓർമ്മയുണ്ടാവും, നോട്ട് നിരോധനത്തിന്റെ സമയത്ത് നമ്മുടെ നാട്ടില് എല്ലാ ആൾക്കാരും വളരെ കഷ്ടപ്പാടാണ്. ഒരു 4-5 മാസം ജനങ്ങളുടെ ജീവിത വരുമാനത്തിൽ വലിയ തോതിൽ ഇടിവ് വന്നു. പക്ഷെ അത്ഭുതകരം എന്ന് പറയട്ടെ, നമ്മുടെ ദേശീയ വളർച്ചാ നിരക്കിൽ നേരിയ ഒരു കുറവ് മാത്രമേ വന്നു. എന്താ കാരണം? 80% സമ്പത്തും മുകൾത്തട്ടിലെ രാജ്യത്തിന്റെ 80% വരുമാനവും കേന്ദ്രീകരിക്കപ്പെടുന്നത് മുകളിലത്തെ 10% കയ്യിലാണ്. അവർക്ക് നോട്ട് നിരോധനം ബാധിച്ചില്ല. ബാക്കിയുള്ള 90% കയ്യിൽ 20% ഉള്ളൂ. അവരുടെ വരുമാനം അവരാണ് തകർന്നു പോയത്. അത് സ്വാധീനിക്കില്ല. അപ്പൊ മുകൾത്തട്ടിലെ വളർച്ച മാത്രം സാമ്പത്തിക വളർച്ചയിൽ പ്രതിഫലിക്കുന്നു. മറ്റൊന്ന് ഊഹക്കച്ചവടമാണ് സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നത്. അപ്പൊ നമ്മൾ സ്ഥലം മേടിക്കും, സെന്റിന് 2 ലക്ഷം വെച്ചിട്ട് മേടിക്കും. അടുത്തത് ആ മേടിക്കുന്നതിന് വേണ്ടിയിട്ടാ അടുത്ത തവണ 4 ലക്ഷത്തിന് വിൽക്കാന്നുള്ളത്. അടുത്തയാൾ മേടിക്കുന്നതാ അത് 10 ലക്ഷത്തിന് വിൽക്കാന്ന് പറഞ്ഞു. ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഓരോ തവണയും വരുമാനം കൂടുന്നതായിട്ട് നമുക്ക് തോന്നും. മൂല്യം ഒന്നും വർദ്ധിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ വിലയ്ക്ക് വിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. ഇതിനെയാണ് ഊഹക്കച്ചവടം, ബബിൾസ്, എക്കണോമിക് ബബിൾസ് എന്ന് പറയുന്നത്. ഇന്നത്തെ സാമ്പത്തിക വളർച്ചയിലെ മുഖ്യ വിഭാഗങ്ങൾ ഇത്തരം കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ജനങ്ങളുടെ അഭിവൃദ്ധി പുരോഗമിച്ചു എന്ന് പറയാനായിട്ട് കഴിയില്ല. സാമ്പത്തിക വികസനം നടക്കുമ്പോഴത്തേക്ക് നേട്ടങ്ങൾ ഇങ്ങനെ താഴേക്ക് അരിച്ചരിച്ച് വീഴുമെന്നാണ് പറയുന്നത്. അതിനെ തമാശ രൂപത്തിൽ എഴുതിയേക്കുന്നതാണ്. സംഭവം നേരെ തിരിച്ചാണ്. മുകളിൽ നിന്ന് മുകളിലേക്ക് പോയിട്ട് അവിടെ സ്റ്റോർ ചെയ്യുന്നതെന്ന് ഒരു കാർട്ടൂണിസ്റ്റ് ഇട്ടേക്കുകയാണ്. ഇവിടെയാണ് ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന ഓൾട്ടർനേറ്റീവ് ഡെവലപ്മെന്റ്. ഗ്രോത്ത് അല്ല വേണ്ടത്, ജനങ്ങളുടെ ജീവ നിലവാരം ഉയരുകയാണ് വേണ്ടത്. അത് ഐക്യരാഷ്ട്രസഭ തന്നെ പറയുന്നു. അതുകൊണ്ട് കേവലം ഗ്രോത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം രാജ്യങ്ങളിലെ വിലയിരുത്താനായിട്ട് അവർ തയ്യാറല്ല. ഒരു 5-6 ഇൻഡെക്സുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ആദ്യം വന്നത് മാനവ വികസന സൂചികയാണ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണ്. അത് പരിഗണിക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം കൊണ്ട്, എല്ലാത്തിലും പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട്, സമ്പത്ത്. അത് UN-യുടെയും അടിസ്ഥാന സങ്കല്പമാണ്. ആളോഹരി വരുമാനമാണ് ഒരു പരിഗണന.
ഒപ്പം തന്നെ എത്ര കാലം ആ രാജ്യത്തെ ജനങ്ങളുടെ ശരാശരി ആയുസ് എത്രയാണ്. ഇപ്പൊ കേരളത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റിന് മുന്നിലാണ്, നമ്മുടെ ആയുർദൈർഘ്യം കൂടുതലാണ്. ഒരു കുട്ടി ചേരുമ്പോഴത്തേക്ക് എത്ര വർഷം ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ സാധ്യതയുണ്ട്, പ്രതീക്ഷിത വിദ്യാഭ്യാസ വർഷങ്ങൾ. അതുപോലെ 25 വയസ്സായ ഒരാള് എത്ര വർഷം വിദ്യാഭ്യാസം ശരാശരി എടുത്തു എന്നുള്ളത്. അപ്പൊ വിദ്യാഭ്യാസം, ആരോഗ്യം, വരുമാനം ഇവയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉള്ളത്. എന്നാൽ അതിനകത്ത് എന്ത് വന്നില്ല? സാമ്പത്തികമായ അന്തരം പരിഗണിക്കപ്പെട്ടില്ല. അത് വിമർശനം ഉയർന്നു. അപ്പോൾ മറ്റൊരു ഇൻഡെക്സും കൂടെ ഇത് ചെയ്തു. ഓരോ 10% തട്ടുകളാക്കിയിട്ട് ആ തട്ടുകൾ തമ്മിലുള്ള അന്തരത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സൂചിക, അതിനെയാണ് ഇനീക്വാലിറ്റി അഡ്ജസ്റ്റഡ് HDI എന്ന്. അതിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി. അപ്പോഴും അവിടെ പരിഗണിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, സ്ത്രീകളുടെ തുല്യത. അതുകൊണ്ട് ഒരു ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, അത് നേരത്തെ പറഞ്ഞ മാനവ വികസന സൂചികയില് ആയുർദൈർഘ്യം, വിദ്യാഭ്യാസം, ആരോഗ്യം, ഈ സൂചികകളിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമാണ്. അപ്പൊ ആ ഒരു സൂചിക ഉണ്ടെങ്കിൽ എത്രത്തോളം സ്ത്രീ പുരുഷ തുല്യത ആ രാജ്യത്തുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റൊന്ന് ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സൂചിക, അതും പോരാ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് വളരെ നല്ല ഒരു സൂചികയാണ് കേട്ടോ. ഒന്ന്, ഗർഭധാരണ സമയത്തോ പ്രസവത്തെ തുടർന്നിട്ടോ എത്ര അമ്മമാര് 1,00,000 പേരില് മരിക്കുന്നു എന്നുള്ള ആ നിരക്ക്. 15 വയസ്സിനും 19 വയസ്സിനിടയിൽ എത്ര പെൺകുട്ടികൾ ഗർഭധാരണം സംഭവിക്കുന്നു, ബാല്യകാല വിവാഹം നടക്കുന്നു, ആ ഒരു കണക്ക്, ഗർഭധാരണ നിരക്ക്. അതുപോലെ സെക്കൻഡറി വിദ്യാഭ്യാസം, നിയമനിർമ്മാണ സഭകളിലെ അംഗത്വം, തൊഴിൽ പങ്കാളിത്തം, ഇത് മൂന്നും കേട്ടോ, അടിവരയിട്ട് പറയട്ടെ, നിയമനിർമ്മാണ സഭകളിലെ അംഗത്വം. ഇതിലൊക്കെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എത്ര ശതമാനം വീതമാണ്. ഈ എല്ലാത്തിനെയും ഇൻഡെക്സിനെയും കൂടെ വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് ഒരു ജെൻഡർ ഇനീക്വാലിറ്റി ഇൻഡെക്സ് വർക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, ദാരിദ്ര്യത്തെ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യണം. അവിടെ പരിഗണിക്കുന്നത് പോഷണക്കുറവ്, ശിശുമരണ നിരക്ക്, അതുപോലെ പാചക ഇന്ധനം ഏതാണ്, ഇപ്പോഴും വിറകും ചാണകവും ഒക്കെയാണോ കത്തിക്കുന്നത് എന്നുള്ളത്, ശുദ്ധമായ എനർജി നേരത്തെ പറഞ്ഞല്ലോ, കക്കൂസ് ഉണ്ടോ, ശുചിത്വ സൗകര്യം, താമസിക്കാൻ പറ്റുന്ന പാർപ്പിടമുണ്ടോ, വൈദ്യുതി ലഭ്യമാണോ, മറ്റ് ആസ്തികൾ എത്രത്തോളം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. ഒപ്പം തന്നെ ഒരു ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സും കൂടിയാണ്, വിശപ്പിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം വിശക്കുന്നു. അത് വിശപ്പ് എന്നുള്ളതല്ല, മറിച്ച് കുട്ടികളിലെ പോഷണക്കുറവാണ്, കുട്ടികളെയാണ് കൂടുതൽ. അവരിൽ എത്രത്തോളം മാൽന്യൂട്രീഷൻ ഉണ്ട്, പോഷണക്കുറവുണ്ട്, അവരുടെ ശരീരമൊക്കെ ശോഷിച്ചു പോകുന്ന ഇത് പ്രകടമാകുന്ന എത്ര പേർക്ക്, വളർച്ചയില്ലായ്മയുണ്ടോ, ഒപ്പം തന്നെ 5 വയസ്സുള്ള കുട്ടികൾ എത്ര മരിക്കുന്നു. അപ്പൊ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് ആണ് സമൂഹത്തിലെ വികസനം ഇന്ന് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ പുതിയൊരു ഇൻഡെക്സ് ഒരു 4-5 വർഷം മുമ്പ് വരാൻ തുടങ്ങി, അത് ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ്. അതൊരു സർവേ അടിസ്ഥാനത്തിൽ ചില സൂചികകൾ എടുക്കുന്നുണ്ട്, പക്ഷെ ഒരു സർവേയുടെയാണ് പ്രധാനമായിട്ട്. അത് ഓരോ വ്യക്തിയോടും ചോദിക്കും, ഒരു 0 മുതൽ 10 വരെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, 0 മുതൽ 10 വരെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു. ഏറ്റവും മോശമാണെങ്കിൽ 0, ഏറ്റവും ഫുൾ മാർക്കാണെങ്കിൽ 10. അതുകൂടാതെ അവരുടെ ആളോഹരി വരുമാനം നോക്കും, ആയുർദൈർഘ്യം നോക്കും, മറ്റ് ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. നിങ്ങൾക്കൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, ഒരു അപകടം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ആളുണ്ടോ, നിങ്ങൾ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടോ, നിങ്ങൾ പൊതുക്കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്രത്തോളം സഹായിക്കാൻ സന്നദ്ധമാണ്, നിങ്ങൾക്ക് സർക്കാരിന്റെയും ബിസിനസ്സിലെയും അഴിമതിയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം, എന്താണ്, എല്ലാം യെസ് ഓർ നോ ആണ്, ഉണ്ടെന്നാണ് അഭിപ്രായം. അതുപോലെ നിങ്ങൾ ഇന്നലെ ചിരിച്ചോ, സന്തോഷവാനായിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ വല്ലാതെ അസ്വസ്ഥനായിരുന്നോ. ഒപ്പം തന്നെ കുടുംബ വരുമാനത്തിന്റെ അന്തരങ്ങള്, ഇനി സൂചിക ഈ അന്തരം കണക്കാക്കുന്ന സൂചികയാണ്. ഒപ്പം തന്നെ ലോകബാങ്കിന്റെ ഗിരി സൂചിക, അതോടൊപ്പം തന്നെ കോടതി അടക്കമുള്ള ഔദ്യോഗിക പോലീസ് അടക്കമുള്ള ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്നുള്ള വിശ്വാസം എത്ര, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവേ അടിസ്ഥാനത്തിലുള്ള ഒരിതാണ്. അതിനെ ഗ്ലോബൽ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ രാജ്യം എവിടെയാണെന്നുള്ള സംശയം വന്നേക്കാം.
കാരണം നമ്മൾ സ്ഥിരം കേൾക്കുന്നത് 25 ട്രില്യൺ അല്ലെ, 25 5 ട്രില്യൺ എക്കോണമി എന്നാണ് നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നത്. രാജ്യം ഏറ്റവും വേഗത്തിൽ വളരുകയാണ്. ചൈനയും ഇന്ത്യയും തമ്മിലാണ് വളർച്ചാ നിരക്കിന്റെ കാര്യത്തിൽ മത്സരം. ഏറ്റവും കൂടുതൽ GDP ഉള്ള 5 രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടേതെന്നാണ് പറയുന്നത്. ശരിയാണ്, ദേശീയ വരുമാനത്തിൽ PPP അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴത്തേക്ക് 5ാമതാണ് നമ്മൾ. എന്ന് മാത്രമല്ല, ഫോബസ് മാസ്കി ഒക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്തെ വളർച്ചാ നിരക്ക് ഏറ്റവും മുന്നിലാണെന്ന് തന്നെയാണ്. എന്നാൽ മാനവ വികസന സൂചിയും മാനവ വികസന സൂചിക എത്രയാണെന്ന് നോക്കുക. 189 രാജ്യങ്ങളിലെ സൂചിക വർക്കൗട്ട് ചെയ്തപ്പോഴത്തേക്ക് 131ാമത്തെ പൊസിഷനാണിത്. ആ 189 രാജ്യങ്ങളിലത്തെ മുഴുവൻ രാജ്യങ്ങളും വരുന്നുണ്ട്. അതിൽ ഏറ്റവും അതിദരിദ്രമായ ആഫ്രിക്കൻ രാജ്യങ്ങൾ അടക്കം വരുന്നുണ്ട്. 131ാമത്തെ പൊസിഷനാണ്. സന്തോഷ സൂചിക എല്ലാ രാജ്യങ്ങളും സർവേ ചെയ്തിട്ടില്ല. 149 രാജ്യങ്ങളെ അത് ചെയ്തുള്ളൂ. അതിൽ നമ്മളുടെ മുമ്പിലുള്ളത് 10 പേര് മാത്രമാണ്. അതാണ് നമ്മുടെ അവസ്ഥ. സ്ത്രീ പുരുഷ തുല്യതയുടെ കാര്യത്തിൽ, ജെൻഡർ വികസന സൂചികയുടെ കാര്യത്തിലോ 123ാമത്തെ പൊസിഷനാണ് നമ്മുടെ. അസമത്വത്തിന്റെ കാര്യത്തിൽ 132ാമത്തെ പൊസിഷനാണ്. 107 ദരിദ്ര രാജ്യങ്ങളെ മാത്രമാണ് വിശപ്പിന്റെ ഹങ്കർ ഇൻഡെക്സ് വർക്കൗട്ട് ചെയ്തത്. അതിൽ 107ൽ 94ാമത്തെ സ്ഥാനമാണ് നമ്മൾ. നോക്കുക, 2 രംഗത്ത് നമ്മൾ മത്സരിക്കുകയാണ്. GDPയുടെ കാര്യത്തിൽ, വളർച്ചാ നിരക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, അടിച്ചു പൊളിച്ച് ഇല്ലേ, എല്ലാവരും ഷെയർ മാർക്കറ്റ് ഇൻഡെക്സ് നോക്കി കാണുന്നു. മറുഭാഗത്ത് അടുപ്പിൽ പുകയാൻ ഇന്ധനമില്ലാതെ, അരിയില്ലാതെ വീടുകൾ നിലനിൽക്കുന്നു. ഈ വൈരുദ്ധ്യമാണ് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത. പക്ഷെ ഇത് ലോകത്ത് മുഴുവൻ സംഭവിക്കുന്നതല്ലേ, എല്ലാവരും പറയുന്നതാണ്. നിങ്ങൾ നോക്കൂ, ചൈനയെ നോക്കൂ, അല്ലെങ്കിൽ മറ്റു റഷ്യയെ നോക്കൂ, മറ്റു രാജ്യങ്ങളെ നോക്കൂ, എല്ലായിടത്തും ഇത് തന്നെയല്ലേ സ്ഥിതി. ഗ്ലോബലൈസേഷൻ അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഗ്ലോബലൈസേഷനെ ധരിച്ചു വെച്ചതിന്റെ പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് കൗതുകരമെന്ന് വേണ്ടിയിട്ട് നമുക്ക് ഈ രാജ്യങ്ങളെ ചില ഗ്രൂപ്പായിട്ട് എടുത്തിരിക്കുന്നു. ഒന്ന്, ഇന്നത്തെ ഏറ്റവും സമ്പന്ന രാജ്യമായ ബഹിരാഷ്ട്ര കമ്പനികളുടെ, ഏറ്റവും കൂടുതൽ ബഹിരാഷ്ട്ര കമ്പനികളിലൂടെ സമ്പത്ത് ആർജിച്ചു കൂട്ടുന്ന USA എടുത്തു നോക്കുക. അവരുടെ ഇൻഡെക്സ് ഒന്ന് ഞാൻ വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. ഒപ്പം തന്നെ ബ്രിട്ടന്റേത്, അതായത് ലോകത്ത് കോളനി വാഴ്ചയിലൂടെ ഏറ്റവും കൂടുതൽ സമ്പത്ത് കൊള്ളയടിച്ചിട്ടുള്ള രാജ്യങ്ങൾ. അങ്ങനെ ലോക സമ്പത്ത് കൊള്ളയടിക്കുന്ന ആ 2 രാജ്യങ്ങൾ. മറ്റു 2 രാജ്യങ്ങൾ റഷ്യയും ചൈനയും. ഞാൻ അവരെ മുൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ചിലർ ചോദിച്ചേക്കും, ചൈന സോഷ്യലിസ്റ്റ് രാജ്യമാണെന്ന്. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, പക്ഷെ സോഷ്യലിസ്റ്റ് രാജ്യം എന്ന് ഇന്ന് പറയാൻ പറ്റാത്ത ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഏതായാലും അവരുടെ ഇൻഡെക്സും സൂചിപ്പിച്ചിരിക്കുന്നു. മൂന്നാമതായിട്ട് നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, ഡെൻമാർക്ക്, നോർഡിക് രാജ്യങ്ങൾ അഥവാ മറ്റേ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളുടെ അവരുടെ ഇൻഡെക്സും കൊടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ സോഷ്യലിസ്റ്റ് രാജ്യമായിട്ടുള്ള ക്യൂബയുടെ ഇൻഡെക്സും കൊടുത്തിരിക്കുന്നു. ഇതില് ഈ സ്വീഡിഷ് രാജ്യം, മറ്റേ നോർഡിക് രാജ്യങ്ങള്, അതല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങള് മുതലാളിത്ത രാജ്യങ്ങളാണ്. ഒപ്പം തന്നെ അവർക്ക് സമ്പന്ന രാജ്യങ്ങളാണ്, ആളോഹരി വരുമാനമൊക്കെ വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് ഇത് വളരെ വ്യത്യസ്തമായ ചിത്രമാണ്. വ്യത്യസ്തമായ ചരിത്രം, വ്യത്യസ്തമായ ജനസംഖ്യ, പ്രകൃതി വിഭവങ്ങൾ എല്ലാം വളരെ വ്യത്യാസം. ക്യൂബയെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യ, മറ്റേ പ്രകൃതി വിഭവങ്ങൾ വളരെ കുറവാണ്, ഉപരോധങ്ങൾക്ക് വിധേയമാകുന്ന രാജ്യമാണ്. അപ്പോൾ വളരെ വ്യത്യസ്തമായ ഈ രാജ്യങ്ങളുടെ ഇൻഡെക്സ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. അത് അടുത്ത ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹ്യൂമൻ ഇൻഡെക്സ് ഇനീക്വാലിറ്റി, ഇൻകം ഇനീക്വാലിറ്റി. അത് പിന്നീട് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഇതില് ഓരോ രാജ്യങ്ങളുടെയും ഒരു പൊതു സ്വഭാവം ഇതാണ്. ആ ഇൻഡെക്സ് നോക്കുന്നുണ്ടെങ്കിൽ GDPയുടെയും ആളോഹരി വരുമാനത്തിലും സാമ്രാജ്യത്വ രാജ്യങ്ങൾ, അതായത് USA-യും ബ്രിട്ടനും വളരെ മുന്നിലാണ്. മാനവ വികസന സൂചികയും മോശമൊന്നുമല്ല. അവര് 10, 15 ആ ലെവലിലൊക്കെ നിൽക്കുന്നുണ്ട്, 20 നിൽക്കുന്നുണ്ട്. സന്തോഷ സൂചികയില് മുൻനിരയിലല്ല, എങ്കിലും വലിയ മോശമില്ല. പക്ഷെ കാർബൺ പാദമുദ്ര ഏറ്റവും കൂടുതലാണ്. കാർബൺ പെർ ക്യാപിറ്റ കാർബൺ എമിഷൻ ഏറ്റവും കൂടുതലാണ്.
അസമത്വത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടൻ ഭേദമാണ്. പക്ഷെ അമേരിക്ക വളരെ അസമത്വം വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ്. ഇനി മുൻ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ സ്ഥിതി എന്താണ്? അവിടെ ആളോഹരി വരുമാനം പൊതുവിൽ പിന്നിലാണ്. മാനവ വികസനം ഒരു മിഡിൽ സ്റ്റേജിലാണ്. ഒരു 70-80 ആ ലെവലിൽ നിൽക്കുന്ന ഇതാണ്. 50-70 അതാണെന്ന് തോന്നുന്നു. സന്തോഷ സൂചി പക്ഷെ പിന്നിലാണ്. കാർബൺ പാദമുദ്ര 2 രാജ്യങ്ങളിലും വളരെ കൂടുതലാണ്. നമ്മൾ ഞെട്ടണ്ട, അസമത്വവും വളരെ കൂടുതലാണ്. അമേരിക്കയുടെ അത്രയില്ല, അത്ര അസമത്വം കൂടുതലാണ്. എന്നാൽ വിശപ്പില്ലായ്മയിൽ എല്ലാവർക്കും ആവശ്യമായ ഭക്ഷ്യ വസ്തുക്കൾ എത്തിക്കുന്ന കാര്യത്തിൽ അവർ മുന്നിലാണ്. ജെൻഡർ അസമത്വത്തിലും ഒരു മിഡിൽ ലെവലാണ് ഉള്ളത്. ക്യൂബയുടെ പ്രത്യേകത ആളോഹരി വരുമാനം വളരെ പിന്നിലാണ്. പക്ഷേ അവികസിത രാജ്യങ്ങൾ മാനവ വികസന സൂചി ഏറ്റവും മുകളിലുള്ള രാജ്യമാണ് ക്യൂബ. അവരുടെ ആരോഗ്യ വിദ്യാഭ്യാസ സൂചികളാണ് വികസിത രാജ്യങ്ങളുടെ ഒപ്പമാണ്. ആയുസായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ നിലവാരമാണ്. വിശപ്പില്ലായ്മയിലും ആദ്യത്തെ 17 രാജ്യങ്ങളിൽ ക്യൂബയുണ്ട്. കാർബൺ പാദമുദ്ര കുറവാണ്. പക്ഷെ ജെൻഡർ അസമത്വം എന്തോ ഒരു മിഡിൽ ലെവലിലാണ് ഉള്ളത്. പക്ഷെ നമ്മൾ ക്യൂബയെ മനസ്സിലാക്കണം. അമേരിക്കയുടെ ഉപരോധത്തിന് ജനിച്ചപ്പോൾ മുതൽ അമേരിക്കയുടെ ഉപരോധം ഏറ്റുവാങ്ങുന്ന രാജ്യമാണ് ക്യൂബ. അതിന് നിലനിർത്തി പോകുന്നതിന് സോവിയറ്റ് യൂണിയന്റെ സഹായമായിരുന്നു. സോവിയറ്റ് യൂണിയൻ തകർന്ന ഉടനെ തന്നെ എല്ലാവരും പ്രവചിച്ചു ഇനി ക്യൂബ ഉണ്ടാവില്ല. എന്നിട്ടാണ് ക്യൂബ ഈ 30 വർഷക്കാലം പൊരുതി നിന്നത്. ഈ കോവിഡൊക്കെ വന്നപ്പോഴത്തേക്ക് ക്യൂബയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടതാണ്. മറ്റു രാജ്യങ്ങളെ പോലും സഹായിക്കാനായിട്ട് രംഗത്ത് വരുന്ന ക്യൂബനെ നമ്മൾ കണ്ടതാണ്. അവർക്ക് പ്രകൃതി വിഭവങ്ങൾ കുറവാണ്, പക്ഷെ അവർക്ക് ആസൂത്രിതമായ ഒരു സമ്പദ്ഘടനയാണ്. കോർപ്പറേറ്റുകളില്ല. ഇതാണ് ക്യൂബയുടെ പ്രത്യേകത. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ പറഞ്ഞ ഇതാണ്. യൂറോപ്പിലെ ഈ ചിത്രമാണ്. നോർവേ, സ്വീഡൻ, ഫിൻലാൻഡ്, അതുപോലെ ഐസ്ലാൻഡ് ഞാൻ കണക്കെടുത്തിട്ടില്ല, ഡെൻമാർക്ക്, ഇത്രയും രാജ്യങ്ങളാണ്. ഈ രാജ്യങ്ങള് തത്വത്തിൽ മുതലാളിത്ത രാജ്യങ്ങൾ തന്നെയാണ്. പക്ഷേ കൗതുകരമായ കുറെ കാര്യങ്ങൾ. ഒന്ന്, ആളോഹരി വരുമാനം അവർക്ക് വളരെ ഉയർന്ന വരുമാനമാണ്. അവര് കൊള്ളയിലും തിരിച്ച് കോളനി വാഴ്ചയ്ക്ക് വിധേയമായിട്ടുമില്ല, കോളനി വാഴ്ചയിൽ ഉൾപ്പെട്ടിട്ടും എന്തായിരുന്നില്ല. ഈ രാജ്യങ്ങൾ എവിടെയും കോളനി ഒന്നും സ്ഥാപിച്ചിട്ടില്ല. ഇവരുടെ ഏറ്റവും മാനവ വികസന സൂചിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാം 10-ൽ താഴെയാണ്. സന്തോഷ സൂചിയിലും ഏറ്റവും ടോപ്പിൽ ഇവരാണ്. ലിംഗസമത്വത്തിലും ഏറ്റവും മുന്നിൽ ഇവരാണ്. അസമത്വത്തിന്റെ കാര്യത്തിലും അവിടെയാണ് ഏറ്റവും അസമത്വം കുറവ് ഇന്ന് ലോകരാജ്യങ്ങളിൽ കാണുന്നത്. കാർബൺ പാദമുദ്ര, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കാർബൺ പാദമുദ്ര ഉണ്ട്, കാർബൺ പാദമുദ്ര ഉണ്ട്. പക്ഷെ അതൊരു മിഡിൽ ലെവലിലാണ്. ജനസാന്ദ്രത കുറവാണ്, പ്രകൃതി വിഭവങ്ങളാണ്. അവർക്ക് അനുകൂലമായ ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ട് കേട്ടോ. കൊള്ളയിടിക്കപ്പെടാത്ത ഒരു ചരിത്രം ഉണ്ടായിരുന്നത് തന്നെ അനുകൂലമായ ഒരു സാഹചര്യമാണ്. പക്ഷെ ഈ കാർബൺ പാദമുദ്ര കൂടാനായിട്ടൊരു കാരണമുണ്ട്. തണുപ്പ് രാജ്യമാണ്. 6 മണിക്കൂറൊക്കെ ആണ് രാത്രിക്ക് പകലുണ്ടാകുന്ന കാലഘട്ടമൊക്കെ ഉണ്ട്. വളരെ തണുപ്പ്. ആ ചൂട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതൽ ഇന്ധനം കത്തിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ സ്കാൻഡിനേവിയൻ വികസനത്തിന്റെ ഇത് പരിശോധിക്കുമ്പോഴത്തേക്ക് വളരെ കൗതുകകരമായ കുറെ കാര്യങ്ങൾ. ഒന്ന്, പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ സൗജന്യ വിദ്യാഭ്യാസം ലഭ്യമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്കും അതെ കേട്ടോ. ആ നാട്ടിലെ യൂറോപ്യൻ യൂണിയനിലെയും കുട്ടികൾക്ക് ഗവേഷണവും സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റും. ആരോഗ്യ ചെലവുകൾ പൂർണ്ണമായും സർക്കാരാണ് നിർവഹിക്കുന്നത്. അത്ഭുതകരമായ കാര്യം, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വർദ്ധിച്ച ഇതാണ്. മൊത്തം 25 മുതൽ 30% വരെ രാജ്യത്തെ തൊഴിലുകൾ പൊതുമേഖലയിലാണ്. മറ്റൊന്ന് നികുതി വരുമാനമാണ്. GDP-യുടെ 40-45% വരെ നികുതിയാണ്. അതായത് ജനങ്ങൾക്ക് വലിയ തോതിൽ ഇതുകൊണ്ട് അവരിൽ നിന്ന്, ശേഷിയുള്ളവരിൽ നിന്ന് നികുതി വിരിച്ച് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഗവൺമെന്റിന് വിദ്യാഭ്യാസത്തിലും ആരോഗ്യവും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത്. നികുതി പിരിക്കുന്ന സംസ്ഥാനമാണ് സ്കാൻഡിനേവിയ. ഒപ്പം തന്നെ ശക്തമായ ജനാധിപത്യം, വികേന്ദ്രീകരണം. ഞാൻ ഓർമ്മയുണ്ട്, ഞാൻ PG-ക്ക് മറ്റേ പഠിക്കുമ്പോഴത്തേക്കാണ്
സ്വീഡനിലെ പ്രധാനമന്ത്രിയായിരുന്ന വലേഫ് മാമ സിനിമ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കാണ് വെടിയേറ്റ് മരിച്ചത്. അംഗരക്ഷകരില്ലായിരുന്നു. അത്ഭുതം തോന്നി കേട്ടോ. നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രിമാരും ഇവരും ഒക്കെ തന്നെ സഞ്ചരിക്കുന്നതും അവിടുത്തെ അന്നത്തെ ഒരു സംവിധാനവും വായിച്ചു കേട്ടപ്പോഴത്തേക്ക് പൊതുവിൽ ശക്തമായ ജനാധിപത്യം ഉള്ളതാണ് അധികാര വികേന്ദ്രീകരണം. അധികാര വികേന്ദ്രീകരണമാണോ അതേ നിർവഹണ വികേന്ദ്രീകരണമാണോ എനിക്കറിയില്ല. മറ്റൊന്ന് സ്ത്രീപുരുഷ തുല്യത. അതൊരു അത് ഒരു റിസൾട്ടുമാണ്, ഒപ്പം കാരണവുമാണ്. അതുകൊണ്ടാണ് രണ്ടിടത്തും അത് ചേർത്തത്. വേറൊരു കൗതുകകരമായ കാര്യം, രാജ്യത്തെ ജനങ്ങളിൽ 70 മുതൽ 85% വരെ ജനങ്ങൾക്ക് മതവിശ്വാസമില്ല. മതവിശ്വാസിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15% പരമാവധി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നു. മറ്റേ ആരും മതത്തിൽ വിശ്വസിക്കുന്നില്ല. ഇത് സവിശേഷമായ ഒരു വിലയിരുത്തൽ വേണ്ടതാണ്. അത് കോപ്പി ചെയ്യാൻ പറ്റും എന്നല്ല, കാരണം അവർക്ക് അവരുടേതായ ചരിത്രമുണ്ട്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ മറ്റൊന്നും കൂടെ കിടന്നു. നിങ്ങൾ പറ്റുമെങ്കിൽ ഈ പുസ്തകം വായിക്കണം കേട്ടോ. സ്കൂൾ പഠനത്തിന്റെ ഫിൻലൻഡ് മാതൃക. അത് ഞാനത് വായിച്ചില്ല, എങ്കിൽ കൂടി മറിച്ചു നോക്കിയുള്ളൂ. അശോക മാഷ്, നമ്മുടെ ജില്ലയിലെ അശോക മാഷാണ് ആ പുസ്തകം തർജ്ജമ ചെയ്ത് വെക്കുന്നത്. ഏതായാലും ഒരു സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ പ്രക്രിയ, അതിന്റെ അക്കാദമിക് ഉള്ളടക്കം എങ്ങനെയാണ് എന്ന് അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. ഞാൻ മറിച്ചു നോക്കിയപ്പോഴത്തേക്ക് കണ്ട ഇതാണ്. വായിക്കാൻ എനിക്ക് ഇതിന്റെ തിരക്കിൽ വായിക്കാൻ പറ്റിയില്ല. വീണ്ടും അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ വ്യത്യാസവും മറ്റേ ക്യൂബയുടെ ഒക്കെ സവിശേഷത പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് കോർപ്പറേറ്റുകൾ അതിവേഗം വളരുകയാണ്. അത് ചൂണ്ടിയിട്ടാണ് പറയുന്നത് വെൽത്ത് ക്രിയേറ്റേഴ്സ്, അവരാണ് സമ്പത്ത് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. മുകൾത്തട്ടിലെ അതീവ സമ്പന്നരായ 1%, സമ്പന്നരായ 10%-നുമാണ് ദേശീയ വരുമാനത്തിന്റെ സിംഹഭാഗവും ലഭിക്കുന്നത്. അതിൽ നമ്മൾ പലരും പെടും. കാരണം ഉൽപാദകരും വിപണിയുമാണ്, മറ്റുള്ളവർ മാർജിനലൈസ്ഡ് ആണ്. നമ്മൾക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. ആ ശമ്പളം കിട്ടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? യഥാർത്ഥത്തില് ശമ്പളം കിട്ടിയാലേ ആഴ്ചയിൽ ഒരു ദിവസമേ ഓടിക്കുള്ളെങ്കിൽ നമ്മൾ കാറ് മേടിക്കും. അതാണ്. അപ്പോൾ ഈ വിപണി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വലിയ തോതിൽ ശമ്പളം തരുന്നത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയണം. ആ 10% വരുന്നവര് സാമ്പത്തികവും സാമൂഹ്യവും പ്രാദേശികവുമായ അന്തരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനവ വികസന സൂചികകൾ വളരെ പിന്നിലാണെന്ന് പറഞ്ഞു. മറ്റൊരു കൗതുകകരമായ കാര്യം, വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നത് പൊതുമേഖലയാണെന്നാണ് 30 വർഷം മുമ്പ് നമ്മൾ ആവർത്തിച്ച് കേട്ട മുദ്രാവാക്യം. പക്ഷെ നമ്മൾ ആ പൊതുമേഖലയുള്ള രാജ്യങ്ങൾ മുന്നേറുന്ന കാണുമ്പോഴത്തേക്ക് ഉള്ള പൊതുമേഖല മുഴുവൻ വിറ്റഴിച്ചിട്ട് ഇന്ന് 2014 കണക്ക് രാജ്യത്തെ തൊഴിലുകളിൽ 3.8% മാത്രമാണ് ഇന്ത്യയിൽ പൊതുമേഖലയിൽ തൊഴിലുള്ളത്. ഇന്ന് നോക്കുകയാണെങ്കിൽ അതിന് കണക്കില്ല. പുതിയ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഇതും കൂടിയുണ്ട്. കണക്കുകളാണല്ലോ പ്രശ്നം. ഇന്ന് കണക്കുകൾ തരാറില്ല. 2% പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. ഏറ്റവും കുറവ് 3.8% രാജ്യത്തെ പൊതുമേഖലാ തൊഴിലുകൾ. നഗരങ്ങളും നഗരവാസികളും സമ്പന്നമാകുകയാണ്. ചില പ്രദേശങ്ങൾ, നമ്മുടെ കേരളവും സമ്പന്നമാകും. അങ്ങനെ ചില സമ്പന്നമാകുമ്പോഴത്തേക്ക് ഗ്രാമവും കാർഷിക മേഖലയും തകർന്ന് തരിപ്പണമാകുന്ന ഒരു ചിത്രമാണ് ഉള്ളത്. പക്ഷെ നഗരത്തിലുള്ളവർക്ക് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. സേവന മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് അത് സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം നാട് അഭിവൃദ്ധി പ്രാപിക്കുന്ന അവർ അനുഭവിച്ചറിയുന്നുണ്ട്. അത് നമ്മുടെ നാട്ടിലും ആ ചർച്ചകൾ കേൾക്കാം. ഈ കാർട്ടൂൺ നല്ല രസമുള്ളൊരു കാർട്ടൂണാണ് കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുട്ടി ചോദിക്കാണ് അപ്പുറത്തെ സമ്പന്നന്റെ മകനോട്, എങ്ങനെ നിങ്ങളിങ്ങനെ സമ്പന്നനാകുന്നതെന്ന്. അപ്പോഴ് കുട്ടി പറയാണ്, എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ല ശമ്പളമുണ്ട്, അവര് ഈ ദാരിദ്ര്യത്തിന്റെ കാരണത്തെ കുറിച്ചിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് പരിഹരിക്കാനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതുകൊണ്ടാണ് ആ കാർട്ടൂൺ എടുത്തിട്ടത്. ഒന്ന് നോക്കുക. ഇനി എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ വികസന നയത്തിന്റെ സവിശേഷത? ഒന്ന്, സാമ്പത്തിക വളർച്ചയിൽ ത്വരിതപ്പെടുത്തുക എന്ന് പറയുന്ന ഏക അജണ്ടയാണ് എപ്പോഴും രാജ്യം പറയുന്നത്. ഗ്രോത്ത് ഗ്രോത്ത് ഗ്രോത്ത്. അതാണ്. മോർ റിഫോംസ് ഇതാണ് കേൾക്കുന്നത്. സമ്പത്തുണ്ടാക്കുന്നത് സംരംഭകർ എന്ന് പറയുന്നതാണ് അടിസ്ഥാന പ്രമാണം. എന്ന് മാത്രമല്ല, എല്ലാം മത്സരത്തിന് തുറന്നു വിടുക, പ്രൊട്ടക്ഷൻ വേണ്ട. അതുകൊണ്ട് എല്ലാ മേഖലയിലും റെയിൽവേ അടക്കം കച്ചവടത്തിന് തുറന്നു വെച്ചിരിക്കുകയാണ്. എല്ലാ പൊതുമേഖലകളും വിറ്റഴിക്കുകയാണ്. ഇപ്പൊ 6 ലക്ഷം കോടി രൂപ ഈ വർഷം. അങ്ങനെ രാജ്യം എല്ലാം കൈയിടിയുന്ന ഒരു കാലഘട്ടം. തൊഴിൽ നിയമങ്ങളിലും പരിസ്ഥിതി നിയമങ്ങളിലും വൻകിടക്കാർക്ക് അനുകൂലമായ
നയങ്ങൾ സ്വീകരിക്കുന്നത്. വിശദീകരിക്കാൻ സമയമില്ല. കോർപ്പറേറ്റ് ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാധ്യതയുള്ളവരുടെ വരുമാനം ഞാൻ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവനക്കാർക്ക് വലിയ ജോലി ശമ്പളം കിട്ടുന്നത്, എന്തുകൊണ്ടാണ് ഇഷ്ടം പോലെ ബാങ്കിലേക്ക് പോയാൽ മതി വായ്പ കിട്ടുന്നത് എന്നുള്ളത്? കാരണം നമ്മൾ വാങ്ങും. നിങ്ങൾ കൃഷി ചെയ്യാനും വ്യവസായം ഉണ്ടാക്കാനും, അത് നിങ്ങൾ ടി വിയിൽ സൂചിപ്പിച്ചു, അതിനൊന്നുമല്ല വായ്പ കിട്ടുക. നിങ്ങൾ സാധനം മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വായ്പ കിട്ടും. നിങ്ങൾ ബാങ്കിലിട്ട പലിശ കിട്ടില്ല. കാരണം നിങ്ങൾ ഇതല്ല. പണ്ടായിരുന്നെങ്കിൽ ബാങ്കിലിട്ട പലിശ ഉണ്ടെങ്കിൽ ആ പലിശ കൊണ്ട് ബാങ്ക് എന്ത് ചെയ്യും? അത് സർക്കാരിന് കൈമാറും, സർക്കാർ വികസന പ്രവർത്തനങ്ങൾ ചെയ്യും, സർക്കാർ വായ്പ എടുക്കും ബാങ്കിൽ നിന്ന്. ഇപ്പൊ ആ രീതിയില്ല. അതുകൊണ്ട് ബാങ്കിന് ഇതല്ല, ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കാണ്. കാരണം നിങ്ങളോട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറയുക. ഷെയർ മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നികുതി ഇളവാണ്, ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നികുതി കൂടുതലാണ്. നികുതി പലിശയ്ക്ക് പോലും നികുതി ഉണ്ടാവും. യഥാർത്ഥത്തിൽ പലിശ വിലക്കയറ്റ നിരക്കിന്റെ ഇതുപോലും മാച്ച് ചെയ്യുന്നില്ല. അതേസമയത്ത് നിങ്ങൾ ഷെയറിൽ ഇട്ടിട്ട് ഇത് കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ ഈ വിലക്കയറ്റ നിരക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ടാക്സ് കൊടുക്കണം. അങ്ങനെ എല്ലാവരും ഷെയറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ മാർക്കറ്റിന്റെ ഇൻഡെക്സ് കൂടും. ഷെയർ മാർക്കറ്റിന്റെ ഇൻഡെക്സ് കൂടിയ ഗ്രോത്ത് റേറ്റ് കൂടും, കോർപ്പറേറ്റുകളുടെ സമ്പത്ത് കൂടും. ഇങ്ങനെ വളരെ കൗതുകരമായിട്ടുള്ള ഒരു ഫോർമുലേഷനിലാണ് നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ്ഘടന വളരുന്നത്. അപ്പൊ ഈ സാമ്പത്തിക വളർച്ചയുടെ യാഥാർത്ഥ്യം എന്താണ്? സാമ്പത്തികമായ ഇടപാടുകൾ വർദ്ധിക്കുന്നുണ്ട്, വിപണിയിലെ ഇടപാടുകൾ വർദ്ധിക്കുന്നുണ്ട്, മൂലധനവും വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കുന്നില്ല. കാർഷിക മേഖലയിലും അടിസ്ഥാന ഉൽപാദന മേഖലകളിലും വർധനമുണ്ടാകുന്നില്ല. ചില പ്രത്യേക മേഖലകളിലാണ്, കാറിന്റെ കാര്യത്തിൽ, കെട്ടിട നിർമ്മാണം, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെയാണ് വർധനമുണ്ടാകുന്നത്. കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പണാടിസ്ഥാനത്തിലേക്ക് മാറുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, എഡ്യൂക്കേഷൻ മൊത്തം അല്ലെങ്കിൽ ഹെൽത്ത് മുഴുവനും മറ്റേ ഫീസ് സ്വകാര്യവൽക്കരിക്കുന്നു വിചാരിച്ചു, സമ്പദ്ഘടന പെട്ടെന്ന് വളരും. കാരണം എല്ലാം പണാടിസ്ഥാനത്തിലായിട്ട് മാറും. ഓഹരി കച്ചവടം 1991 ശേഷം 50 ഇരട്ടിയാണ് ഓഹരി കമ്പോളത്തിലെ വർധനവ്. 50 ഇരട്ടി. വേറെ എന്താണ് ഇത്രയും ഈ 50 ഇരട്ടി ഈ കാലഘട്ടത്തിൽ വളർന്നുള്ളത്? അതനുസരിച്ച് അവരുടെ ആസ്തികൾ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ആസ്തി വർദ്ധിക്കുന്നത്? അത് ഊഹക്കച്ചവടമാണ്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ലാഭക്ഷമത നോക്കിയിട്ടല്ല, നാളെ കൂടുതൽ വിലയ്ക്ക് വിൽക്കാൻ പറ്റുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ്. നമ്മുടെ സാമ്പത്തിക ഇത് കണക്കെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിനും അതുപോലെ തന്നെ ഓഹരി ഇതിനും വലിയ തോതിലുള്ള വിഹിതമാണ് നമ്മുടെ GDP-യിലുള്ളത്. കൗതുകരമായ കാര്യമാണ്. ഏത് സമയത്ത് പിടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ താഴേക്ക് വീഴും. ഒപ്പം തന്നെ നിങ്ങള് ജ്യോതിഷ വ്യാപാരമാകട്ടെ, അല്ലെങ്കിൽ ഭക്തി വ്യാപാരമാകട്ടെ, അതല്ലെങ്കിൽ പരസ്യമാകട്ടെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ആകട്ടെ, ഇമാതിരി സാധനങ്ങളൊക്കെ അതൊന്നും ഇല്ലെങ്കിലും ഇത് ചെയ്യും. അതൊക്കെ ഒരു അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. അതിനൊക്കെ വലിയ തോതിൽ പ്രാധാന്യം വന്നിരിക്കുന്നു. ചില പ്രദേശങ്ങളിലെ തകർച്ച, ബോംബെ നഗരം പോയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും. നമ്മൾ കേരളത്തെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സമൃദ്ധിയിലാണ്. കാരണം കേരളത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. അതേസമയത്ത് ഒറീസയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന ചിത്രം വേറൊന്നായിരിക്കും. എങ്ങനെയാണ് കോർപ്പറേറ്റുകളുടെ ഇത്? അവർ സമ്പത്ത് ഉണ്ടാക്കുന്നതുകൊണ്ടല്ലേ അവിടെ ഇങ്ങനെ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നത്? മറ്റുള്ളവരൊക്കെ കഴിവിട്ടുകൊണ്ടവരല്ലേ? അവിടെയും നമ്മൾ നോക്കിയാൽ കാണാം, വൻകിട കമ്പനികൾ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു. അവരുടെ ജോലി സാങ്കേതിക വിദ്യയുടെ വികാസത്തിലൂടെ ജോലി സമയം കുറയുകയാണ് വേണ്ടത്. പക്ഷേ കൗതുകരമായ കാര്യം, അധ്വാനത്തിന്റെ സമയം കൂടുകയാണ് ചെയ്തത്. ആപേക്ഷികമായിട്ട് അവരുടെ കൂലിയുടെ എതിർത്ത് നോക്കുക, മറ്റു മേഖലയിലുള്ള ഇതുമായിട്ടൊക്കെ മറ്റേ വിലക്കയറ്റമൊക്കെ ആയിട്ട് താരതമ്യം ചെയ്തിട്ട് കൂലിയിൽ കുറവ് വരുന്നത്, തൊഴിലാളികളുടെ കൂലി, സാധാരണ തൊഴിലാളികളുടെ കൂലി കുറവ് വരുന്നതായിട്ട് കാണാൻ കഴിയും. സ്ഥിരം തൊഴിലുകൾ ഇല്ലാതാകുന്നു, താൽക്കാലിക ജോലികൾ വർദ്ധിക്കുകയാണ്. ഒപ്പം തന്നെ ചിലയിടത്ത് ഇപ്പൊ മാള് വന്നിട്ടുണ്ടെങ്കിൽ, ലുലു മാളാകട്ടെ, മറ്റേത് മാളാകട്ടെ, മാള് വന്നിട്ടുണ്ടെങ്കിൽ അത്രയും നാട്ടിൽ വികസനം എന്നാണ് നമ്മൾ കരുതുക. പക്ഷേ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ കാര്യമായി വർദ്ധിക്കില്ല. നാട്ടിലെ കച്ചവടക്കാരൻ നമ്മൾ പെട്ടിക്കടക്കാരൻ്റെ അടുക്കുന്ന മേടിക്കുന്നു, അല്ലെങ്കിൽ നാട്ടിൽ രാമചേട്ടന്റെ അടുക്കുന്ന മേടിക്കുന്ന സാധനത്തിന് പകരം നമ്മൾ മാളിൽ പോയി മേടിക്കുന്നു. ഒരാളുടെ നഷ്ടമാണ് മറ്റൊരാളുടെ നേട്ടമായി മാറുന്നത്. ഒപ്പം സർക്കാരിന്റെ ഇത് ചുളു വിലയ്ക്കാണ് ഇന്ന് പൊതുമേഖലകൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി വിഭവങ്ങള് സർക്കാരിന്, നമ്മുടെ നാടിന്റെ സമ്പത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പേരിൽ തീരെഴുതി വാങ്ങുകയാണ്. പാരിസ്ഥിതികമായ കടം പരിഗണിക്കപ്പെടുന്നേയില്ല. ബാങ്കുകള് നിരന്തരമായിട്ട് വായ്പകൾ എഴുതി തള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആ എഴുതി തള്ളിക്കൊണ്ടിരിക്കുന്ന വായ്പകളെല്ലാം തന്നെ കോർപ്പറേറ്റ് വായ്പകളാണ്. അതിന്റെയൊക്കെ ഞാൻ ബാങ്കിൽ പ്രവർത്തിച്ചുകൊണ്ട് അറിയാം. അതിന്റെ കണക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുപോലെയാണ് ഷെയർ മാർക്കറ്റ്. ഈ ഷെയർ മാർക്കറ്റ് നേരത്തെ പറഞ്ഞു, ഊഹക്കച്ചവടത്തിലൂടെ സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗുണം കിട്ടുക കോർപ്പറേറ്റുകളുടെ ആസ്തിയിലാണ്.
യഥാർത്ഥത്തിൽ കോർപ്പറേറ്റുകൾ സമ്പത്ത് ഉണ്ടാക്കിയല്ല, അടിച്ചു മാറ്റുകയാണ്. ജനങ്ങളുടെ സമ്പത്ത് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കോർപ്പറേറ്റുകൾ ചെയ്യുന്നത്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇതാണ് ഇന്ത്യയുടെ ചിത്രം. ഇതിൽ നിന്നുകൊണ്ട് നമ്മളിന്ന് കേരളത്തിലേക്ക് ഒന്ന് ഓടി വന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു കേരളം അല്പം വ്യത്യസ്തമാണ്. ഗ്ലോബലൈസേഷൻ നമുക്ക് നേട്ടം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല, ഞാൻ നേട്ടം ചെയ്തിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന പുരോഗതി, നമ്മളുടെ ആഗോളതലത്തിലുള്ള നമ്മളുടെ ഇത്, അങ്ങനെ പല ഘടകങ്ങൾ കേരളത്തിന് ഗ്ലോബലൈസേഷൻ ഗുണകരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിലെ ആന്റി ഗ്ലോബലൈസേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായി. ഇപ്പൊ നമ്മൾ പരിഷത്ത് ഒരു പുസ്തകം ഇറക്കിയിട്ടുള്ള മുതലാളിത്തത്തിന്റെ ഇത് പാരിസ്ഥിതികമായിട്ടുള്ള മറ്റേ ആഗോളതാപനത്തെ പറ്റിയിട്ട് പെട്ടെന്ന് ഇത് കിട്ടുന്നില്ല. മുതലാളിത്തം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് അസ്വസ്ഥ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അതിനോടൊക്കെ ഏറ്റവും കൂടുതൽ പൊരുത്തപ്പെട്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഓക്കെ, ഇത് നമുക്ക് കേരളത്തിന്റെയും ഇന്ത്യയുടെയും താരതമ്യങ്ങളാണ്. ആളോഹരി വരുമാനം മുമ്പ് കേരളത്തിൽ കുറവായിരുന്നു, ഇപ്പൊ കേരളത്തിൽ കൂടുതലാണ്. ആളോഹരി വരുമാനം കുറഞ്ഞ ഒരു സംസ്ഥാനം ജീവിത ഗുണതയിൽ മുന്നേറുന്നതിനെയാണ് കേരള മാതൃക എന്ന് നേരത്തെ വിശേഷിപ്പിക്കപ്പെട്ടത്. അത് മാതൃക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡൽ എന്നർത്ഥമല്ല, ഒരു പ്രത്യേക ഒരു അവസ്ഥ എന്നുള്ള രീതിയിലാണ്. ഇപ്പൊ പക്ഷേ കേരളത്തിന്റെ ആളോഹരി വരുമാനം മുമ്പിലാണ്. ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്, മാതൃമരണം, ഞാനിത് പറയുന്നില്ല ഈ സാധനം. പക്ഷെ ലാസ്റ്റ് ഒന്ന് നോക്കുക, ദിവസക്കൂലി, അസംഘടിത മേഖലയിലെ തൊഴിലാളിക്ക് ദിവസക്കൂലി കേരളത്തിൽ 710 കിട്ടുമ്പോഴത്തേക്ക് ദേശീയ തലത്തിൽ അതിന്റെ പകുതിയാണ് കിട്ടുന്നത്. നമുക്ക് അഭിമാനിക്കാം. അതേ സമയത്ത് ദിവസക്കൂലി പുരുഷന് 710 രൂപ കിട്ടുമ്പോഴത്തേക്ക് 310 കേരളത്തിലെ സ്ത്രീകൾക്ക് കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നത് നമുക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യവും കൂടിയാണ്. എന്താണ് ഈ കേരളത്തിന്റെ നേട്ടത്തിന് പിന്നിൽ? ഭൂപരിഷ്കരണം, ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ, പൊതുവിതരണ സംവിധാനം, അധികാര വികേന്ദ്രീകരണം, സ്ത്രീപുരുഷ സമത്വത്തിനായുള്ള നടപടികൾ, ദുർബല വിഭാഗങ്ങൾക്കുള്ള പരീക്ഷകൾ, ഇതെല്ലാം നമ്മൾ പല ഘട്ടത്തിൽ ഇപ്പോൾ കേട്ട് പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ജനകീയാസൂത്രണത്തിന്റെ ക്ലാസ്സുകളിലൊക്കെ ധാരാളം കേട്ടിട്ടുള്ളതാണ്, നമുക്കറിയാം, മനഃപ്പാടമാണ്. ഒപ്പം പക്ഷെ അതിന് സർക്കാരുകളെ ചെയ്യിച്ചതെന്താണ്? അത്തരത്തിലുള്ള ഒരു ജനകീയ സ്വഭാവത്തോട് കൂടിയിട്ട് സർക്കാർ പ്രവർത്തിക്കാൻ ഇടയാക്കിയത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്കാരുകൾ അധികാരത്തിൽ ഏറ്റതിന്റെ പിന്നിൽ എന്താണ്? അത് ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളാണ്, തൊഴിലാളി കർഷക സമരങ്ങളാണ്, സാക്ഷരതാ ശ്രമങ്ങളാണ്, മാനവികതയിലൂന്നിയ സാംസ്കാരിക ഇടപെടലുകളാണ്. വള്ളത്തോളിന്റെയും കുമാരനാശാന്റെയും ചങ്ങമ്പുഴയുടെയും ഒക്കെ കവിതകൾ, ശാസ്ത്രാഭിമുഖ്യവും ശാസ്ത്രബോധവും നമ്മൾ ഒരു 100 വർഷത്തോളം ഇന്നലെ മിനിഞ്ഞാൻ മോഹൻദാസ് മാസ്റ്റർ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ഇന്നലെ TVN ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് സൂചിപ്പിച്ചു. പാരിസ്ഥിതികാവബോധം വളർന്നു വരികയാണ്, ബോധമല്ല, അത് തെറ്റിപ്പോയതാണ്. വളരുന്ന ജെൻഡർ തുല്യതാബോധം, അതും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10-20 വർഷം മുമ്പുള്ള കേരളമല്ല പലതിലും മാറിക്കൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ ഇത് കേരളത്തിന്റെ പൊതുവായ നേട്ടത്തിന്റെ കാരണങ്ങളാണ്. എന്തിനാ ഈ കേരളത്തിന്റെ സവിശേഷതകൾ പറഞ്ഞത്? ഇന്ന് യഥാർത്ഥത്തിൽ കേരളം ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. പല ഘട്ടത്തിൽ കേരളം ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. 57 ആദ്യമായിട്ടൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പാർലമെന്ററി രീതിയിൽ അധികാരത്തിൽ എത്തി എന്നുള്ളതായിരുന്നു ലോകത്തിലെ ആദ്യം കേരളം പിറന്ന ഉടനെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത്. രണ്ടാമത് ആളോഹരി വരുമാനം കുറഞ്ഞിട്ടും വികസിത രാജ്യങ്ങളുടെ ജീവിത ഗുണമേന്മ കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു കേരളത്തെ വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടത്. പല വികസന രേഖകളിലും ആ ചർച്ചകൾ കാണാം. കേരളത്തിൽ ജനകീയ പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഒരു സമ്പൂർണ്ണ സാക്ഷരതാ സംഘടിപ്പിച്ചതാണ് ലോകത്തെ വിസ്മയിപ്പിച്ച മറ്റൊരു കാര്യം. അതുപോലെ കേവലം നിർവഹണത്തിന്റെ വികേന്ദ്രീകരണമല്ല, ആസൂത്രണത്തിന്റെ വികേന്ദ്രീകരണം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയ ജനകീയാസൂത്രണ പ്രസ്ഥാനവും ലോകത്ത് ഭയങ്കരമായ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. കുടുംബശ്രീ മിഷൻ ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനം. ആ കുടുംബശ്രീ മിഷന്റെ ആവിർഭാവം അതും ലോകം ചർച്ച ചെയ്യുന്നതാണ്. കേരളത്തിൽ പ്രളയം ഉണ്ടായപ്പോഴത്തേക്ക് ആസ്ട്രേലിയയിലെ ന്യൂസിലൻഡിലെ പാർലമെന്റിൽ കേരളത്തെ പറ്റി ചർച്ചയാണ്. കേരളത്തിലെ ഇതും ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ട് നിപ്പേനെയും കോവിഡിനെയും പ്രതിരോധിച്ച രീതികളും ലോകം ചർച്ച ചെയ്താണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കേരളത്തെ ലോകം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയണം, നമുക്ക് ചില ശേഷികളുണ്ട്. അതുകൊണ്ട്
ഒരു പുതുലോക മാതൃകയ്ക്ക് തുടക്കമിടാനായിട്ട് നമുക്കാവും. കേരളത്തിന് കഴിയും. ലോകത്ത് മാറ്റങ്ങളെല്ലാം ഉണ്ടായത്, ഈ സമൂല മാറ്റങ്ങൾ വന്നത് റഷ്യയിലും ചൈനയിലൊക്കെ വിപ്ലവത്തിന് ശേഷം. പക്ഷെ മറ്റുള്ളിടത്തൊക്കെ അതാണ് പിന്നീട് മാറ്റത്തിലേക്ക്, സമൂലമായ മാറ്റത്തിന് പ്രേരണയാകുന്നത്. അതുകൊണ്ട് കേരളത്തിന് കുറെ കൂടെ അടിസ്ഥാന കാഴ്ചപ്പാടുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അങ്ങനത്തെ അടിസ്ഥാന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലൊന്നല്ല. നമുക്ക് ലക്ഷ്യം വെക്കാം, അഭിവൃദ്ധി, സമ്പത്തുണ്ടാകണം, തീർച്ചയായിട്ടും കൂടുതൽ പുരോഗതി ഉണ്ടാകണം. പക്ഷേ തുല്യതയിൽ നമ്മൾ തുല്യതയ്ക്ക് കൂടി നിൽക്കണം. നമ്മളുടെ വിദ്യാഭ്യാസ സ്ട്രെങ്ത് ആണ് ഒരു നോളജ് സൊസൈറ്റി, നോളജ് എക്കോണമി അല്ല, ഞാൻ നോളജ് സൊസൈറ്റി തന്നെയാ പറയുക. ഒരു വിജ്ഞാന സമൂഹമായിട്ട് നമുക്ക് പരിവർത്തനം ചെയ്യപ്പെടാൻ പറ്റില്ല. നമ്മളുടെ വികസനം എന്ന് പറയുന്നത് സുസ്ഥിരതയിൽ ഒന്നുമില്ലായിരിക്കണം. നമുക്ക് പാരിസ്ഥിതികമായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ലിംഗനീതിയിൽ ഇനിയും നമ്മൾ ഏറെ മുന്നോട്ട് പോകാനുണ്ട്. സാമൂഹ്യ നീതിയിൽ മുന്നോട്ട് പോകാനുണ്ട്. അതിന് നമുക്ക് കരുത്താകാൻ ശാസ്ത്രബോധം പ്രചരിപ്പിക്കുന്ന സംഘടനകളുടെ ശാസ്ത്രബോധമുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം, അധികാര വികേന്ദ്രീകരണത്തിലൂടെയൊക്കെ ശക്തമാണ് നമ്മുടെ നാട്ടിലെ. അതുകൊണ്ട് ഒരു പുതുലോക മാതൃകയ്ക്ക് തുടക്കമിടാൻ പറ്റുന്ന മരുന്ന് നമ്മുടെ കൈവശമുണ്ട്. എന്താണ് നമ്മൾ ലക്ഷ്യമിടുന്നത്? ഇന്നത്തെ കേരളത്തിൽ നമ്മൾ ലക്ഷ്യമിടേണ്ട അജണ്ട എന്താണ്? അതിവയാണെന്നാണ് പറയുന്നത്. ഇന്നും കഴിഞ്ഞ കേരള പഠനത്തിൽ പരിശുദ്ധ കണ്ടെത്തിയത് 14% പേര് അതിദരിദ്ര വിഭാഗങ്ങളുണ്ടെന്നാണ്. മുഖത്തൊഴിലാളികള്, മത്സ്യത്തൊഴിലാളികള്, ആദിവാസി വിഭാഗങ്ങള്, പട്ടികജാതി വർഗ വിഭാഗങ്ങള്, കർഷക തൊഴിലാളികൾ, ഇങ്ങനെ പുതിയ കേരള പഠനത്തിൽ 8%. അതിന്റെ വരുന്നേ ഉള്ളൂ. ഏതായാലും അതിദാരിദ്ര്യ അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു. അതില്ലാതാക്കണം. തൊഴിലിന്റെയും വരുമാനത്തിന്റെയും കാര്യത്തിൽ നമ്മൾ പലരും ആക്ഷേപിക്കുന്നതാണ്. ഗൾഫിൽ പോകുന്നു, മറ്റു രാജ്യങ്ങളിൽ പോകുന്നു. അതിന്റെ പരാശ്രയത്വം പരമാവധി കുറയ്ക്കണം. നമ്മുടെ നാട്ടിൽ പരമാവധി തൊഴിലുകൾ സൃഷ്ടിക്കാനായിട്ട് കഴിയണം. ഇൻവെസ്റ്റ്മെന്റ് അല്ല കേട്ടോ തൊഴിൽ. അതിന് വേണ്ടത് അത് ഞാൻ പറയാം. ദുർബല വിഭാഗങ്ങൾ പൂർണ്ണമായും സുരക്ഷിതരായിരിക്കണം. ദുർബല വിഭാഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിന്നശേഷിയുള്ളവര്, അതുപോലെ ചരിത്രപരമായിട്ട് അവഗണിക്കപ്പെട്ട് കിടക്കുന്നവര്, അതുപോലെ രോഗികള്, ഈ വിധത്തിൽ ദുർബല വിഭാഗങ്ങളെ പൂർണ്ണമായി ഇപ്പൊ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള പരിപാടി അതും കൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. വാതിൽപ്പടി സേവനം. അടുത്ത വികസന പരിപാടികള് സുസ്ഥിര സമീപനത്തിൽ ഊന്നിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഏത് പദ്ധതി വരികയാണെങ്കിലും അതിന്റെ എക്കോളജിക്കൽ ഇമ്പാക്ട് എന്താണെന്ന് അസസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് വൻകിട പദ്ധതി എന്താഘാതമാണ് പരിസ്ഥിതിക്ക് അതുണ്ടാകുക. കാരണം പാരിസ്ഥിതികമായ ദൗർബല്യം, അപകടങ്ങള് നമുക്ക് വലിയ ആഘാതമാണ് പിന്നീട് വരുത്തി വയ്ക്കുക. നമ്മൾ എക്കോളജിക്കലി വളരെ സെൻസിറ്റീവാണ്. നമുക്ക് പശ്ചിമഘട്ടമുണ്ട്, ഇടനാട്, തീരപ്രദേശം. അത് തീരപ്രദേശവും എല്ലാ 3 മേഖലകളും ആ എക്കോളജിക്കൽ സെൻസിറ്റിവിറ്റി ആണ് നമ്മുടെ പ്രളയത്തിന്റെ കാരണമായി തീർന്നത് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഈ പാരിസ്ഥിതിക മേഖലകളെ സംരക്ഷിച്ചുകൊണ്ടാണ്, നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു വികസന രീതി തന്നെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. അതുപോലെ കാർബൺ പാത്രമുദ്ര പരമാവധി കുറയ്ക്കണം. എല്ലാ വീട്ടിലും എല്ലാവർക്കും ഒരു കാറല്ല വേണ്ടത്. നമ്മുടെ പൊതുഗതാഗത സംവിധാനം വൈജ്ഞാനിക സമൂഹമായിട്ട് നമ്മൾ മാറണം. വിജ്ഞാനത്തെ കമ്പോളത്തിൽ ഇറക്കുകയല്ല. വരുമാനത്തിലെ അന്തരം ലഘൂകരിക്കണം. ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ മേടിക്കുന്ന ആൾക്കാരുണ്ട്, ലക്ഷക്കണക്കിന് രൂപ ലാഭം മേടിക്കുന്ന ആൾക്കാരുണ്ട്. അതേസമയത്ത് വർഷം 4000 മാസം 2000, 3000 രൂപ വരുമാനം കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇത് നമുക്ക് നമ്മുടെ നാട്ടിന് ചേർന്നതല്ല. വരുമാനത്തിലെ അന്തരം നമ്മൾ ലഘൂകരിക്കണം. സ്ത്രീ പുരുഷ തുല്യത സമസ്ത മേഖലകളിലും സാധ്യമാകണം. ജനാധിപത്യ പ്രക്രിയ കൂടുതൽ ശക്തമാകണം. ജാതിമത വിഭാഗീയതകളും അക്രമങ്ങളും ഇല്ലാതാകണം. ഇതൊക്കെ നമ്മൾ ലക്ഷ്യമാക്കി വെക്കേണ്ടത്. പക്ഷേ നമ്മുടെ മുമ്പിൽ തടസ്സങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ രാജ്യത്തിന്റെ ഭാഗമാണ്. അവിടെ തികച്ചും വ്യത്യസ്തമായ ഭരണ സംവിധാനമാണുള്ളത്, വ്യത്യസ്തമായ നയസമീപനങ്ങളാണ്. ആ നയങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ഏത് കാര്യവും നടത്താനായിട്ട് കഴിയൂ. വലിയ വെല്ലുവിളിയാണ്.
അതുകൂടാതെ വികസനത്തെക്കുറിച്ചുള്ള നമ്മുടെ നാട്ടിലുള്ള പൊതുബോധം എന്താണ്? ആ പൊതുബോധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വൻകിട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വൻകിട നിർമ്മാണങ്ങളും ഒക്കെ വരുമ്പോഴത്തേക്കാണ്. അങ്ങനെ ഇതിനുള്ള ഏതെങ്കിലും പാരിസ്ഥിതിക ഇത് വരുമ്പോഴത്തേക്കാണ് ചോദിക്കുക, എന്താ നിങ്ങൾക്ക് നാട്ടിലെ കർഷക തൊഴിലാളിക്ക് വീട് വെക്കണ്ടേ, കരിങ്കല്ല് വേണ്ടേന്ന് ചോദിക്കും. പരിസ്ഥിതി സുസ്ഥിര വികസനം എന്ന് പറയുന്നത് നമ്മുടെ കർഷക തൊഴിലാളിയുടെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കരിങ്കല്ല് പൊട്ടിക്കുന്നതിനെ പറ്റിയിട്ടല്ല, മറിച്ച് വൻതോതിൽ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ ഉള്ള വീടുകൾ വെക്കുന്നതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അന്നേരം മുമ്പിൽ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ കർഷക തൊഴിലാളിയെ വീട് വെക്കുന്നതിന്. അത് വികസനത്തെ കുറിച്ചുള്ള നമ്മൾ വളർത്തിയെടുത്തുള്ള മാധ്യമങ്ങളും അതുപോലെ ഈ 30 വർഷക്കാലത്തെ നിയോലിബറൽ അജണ്ട വളർത്തിയെടുത്തുള്ള പൊതുബോധത്തിന്റെ ഭാഗമായിട്ടാണ്. സർക്കാരിന്റെ ധനസ്ഥിതി മോശമാണ്, വളരെ മോശമാണ്. ജാതിമത രാഷ്ട്രീയ വിഭാഗീയതകളും വിശ്വാസങ്ങളും വലിയ തടസ്സമാണ്. ഏത് കാര്യത്തെയും പൊളിറ്റിക്കലൈസ് ചെയ്യുക, ഏതും ഞങ്ങളുടെ ജാതി മതം, ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ അത് കേരളത്തിന്റെ പുരോഗതിയെ വലിയ തോതിൽ ബാധിക്കുന്നു. അതുപോലെ സമ്മർദ്ദ ശക്തികൾ, പല വിധത്തിലുള്ള സമ്മർദ്ദ ശക്തികൾ നമ്മൾ കണ്ടു. കഴിഞ്ഞ വർഷത്തെ കോവിഡിന് വേണ്ടിയിട്ട് നമ്മൾ ജീവനക്കാരുടെ അടുക്കൽ നിന്ന് വിഭവ സമാധാനത്തിന് ശ്രമിച്ചപ്പോഴത്തേക്ക് കണ്ട ചിത്രം നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ യാതൊരു ഉത്തരവാദിത്വ ബോധമില്ലാത്ത സെൻസേഷൻ മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള മാധ്യമങ്ങൾ, ഇതും നമുക്ക് വെല്ലുവിളികളാണ്. ഈ വെല്ലുവിളികൾ കാണാതെയല്ല, എങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പൊതു സംവിധാനങ്ങളെ ഏറ്റവും മെച്ചപ്പെട്ടതും ഏറ്റവും വിപുലവുമാക്കാനുള്ള സംവിധാനങ്ങൾ ഏറ്റവും ശക്തമാണ്. പൊതുവിദ്യാഭ്യാസമാണ് ശക്തിപ്പെടേണ്ടത്, പൊതുജനാരോഗ്യ സംവിധാനമാണ് ആകേണ്ടത്. അത് വ്യാപ്തി കൂട്ടുക തന്നെ ചെയ്യണം. എല്ലാ പൊതുവിടങ്ങളെയും കൂടുതൽ ശക്തമാക്കാനുള്ള അതിനുവേണ്ട വിഭവങ്ങളൊക്കെ തന്നെ പ്രാദേശികമായിട്ട് സമാഹരിച്ചോ, അതൊക്കെയാണ് നമ്മുടെ ചരിത്രം. അങ്ങനെയാണ് കേട്ടോ, അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സ്കൂളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ എത്ര ഇൻവെസ്റ്റ്മെന്റ് വന്നു എന്നല്ല നോക്കേണ്ടത്, എത്ര പേർക്ക് തൊഴിൽ കിട്ടുന്നുള്ളതാണ്. അതിന് വേണ്ടത് ചെറുകിട ഉൽപാദന മേഖല. ചെറുകിട മേഖലയ്ക്കാണ് കൂടുതൽ തൊഴിൽ നൽകാനായിട്ട് കഴിയുക. സമ്പന്ന വിഭാഗത്തിൽ നിന്നും പരമാവധി നികുതി പിരിക്കണം. നികുതി പിരിക്കുന്നത് മോശമല്ല, നികുതി പിരിക്കുന്നതാണ് ഒരു രാജ്യത്തിന്റെ ആരോഗ്യം. രസമാണ് കേട്ടോ. നമ്മുടെ തൊഴിൽ നികുതി ഉണ്ടല്ലോ, പഞ്ചായത്തിൽ പിരിക്കുന്ന തൊഴിൽ. അപ്പൊ നിങ്ങൾ സ്വാഭാവികം GST, ഇൻകം ടാക്സ്, സകല സാധനം കേന്ദ്ര ഗവൺമെന്റ് അല്ലേ? അതെ, ഒത്തിരി നികുതികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും നികുതിക്ക് സാധ്യതയുണ്ട്. നമ്മുടെ ഭൂനികുതി എത്രയാണ്? നമ്മുടെ കെട്ടിട നികുതി എത്രയാണ്? നമ്മുടെ തൊഴിൽ നികുതി എത്രയാണ്? തൊഴിൽ നികുതിയാണ് ഏറ്റവും തമാശയുള്ളത്. സ്വീപ്പർക്കും അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന 2 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആൾക്കും ഒരേ നികുതി കൊടുക്കുന്ന സാഹചര്യമാണുള്ളത്. നികുതി വരുമാനം കൂട്ടുക തന്നെ വേണം. അത് സമ്പന്നരെ രക്ഷപ്പെട്ടിട്ടുള്ള നികുതി വരുമാനം നമ്മൾ കണ്ടെത്തണം. നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തെ കാര്യക്ഷമമാക്കുക. എല്ലാ വീട്ടിലും കാർ ഉണ്ടാക്കുകയല്ല വേണ്ടത്, നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തെ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് വേണ്ടത്. അത് ആകുമ്പോഴത്തേക്കും ഓരോരുത്തരും അതിനെ ആശ്രയിക്കാനായിട്ട് തുടങ്ങും. വ്യവസായിക മേഖലകളിൽ സഹകരണ മേഖലയെ വ്യാപിപ്പിക്കണം. വിദ്യാഭ്യാസ രംഗത്തെ ജാതിമത ശക്തികളുടെ സ്വാധീനം ഇല്ലാതാക്കണം. ഇതൊക്കെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജനകീയമായ അഭിപ്രായങ്ങളൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതിൽ പരിഷത്തും അതുപോലെ ഗ്രന്ഥശാല സംഘവും മറ്റു സംഘടനകളൊക്കെ ഈ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാർ സ്വാഭാവികമായിട്ടും അത് ചെയ്യും. കാരണം പലപ്പോഴും ഈ പൊതുബോധത്തെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് സർക്കാരുകളെ, ജനകീയ സർക്കാരുകളെ പോലും അസ്വസ്ഥമാക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലക്ഷ്യബോധം എന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. നമ്മൾ 3 ഇത് ഉയർത്തിപ്പിടിച്ച് ചെയ്യുന്ന മതിയാകും. ഒന്ന്, അത്തരം ഒരു ഇതിലേക്ക് നമ്മുടെ സമൂഹത്തെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് 3 ധാരകളെയാണ്. സമൂഹത്തിൽ ശാസ്ത്രബോധം വളർത്തിയേ മതിയാകും, സമൂഹത്തിൽ മാനവികത വളർത്തിയേ മതിയാകും, സമൂഹത്തിൽ രാഷ്ട്രീയ ബോധം വളർത്തിയേ മതിയാകും. പക്ഷെ ഇത് 3 എന്താണെന്നുള്ള ധാരണ വേണം. എല്ലാ ടെക്നോളജിയും ആദ്യം ഉപയോഗിക്കുന്നയാളാണ് ഏറ്റവും ഉയർന്ന ശാസ്ത്രബോധം എന്നുള്ള ആ കൺസെപ്റ്റ് അതല്ല. അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്ത്രത്തിന്റെ വിജ്ഞാനവും ശാസ്ത്രത്തിന്റെ രീതിയുമാണ് അനുയോജ്യം എന്ന ബോധ്യമാണ് ശാസ്ത്രബോധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒപ്പം തന്നെ ഏത് പുതിയ അറിവിന്റെയും വെളിച്ചത്തിൽ പഴയ അറിവുകളെ പുനഃപരിശോധിക്കാനും തിരുത്തുവാനും
വേണ്ടി വന്നാൽ ഉപേക്ഷിക്കാനുമുള്ള സന്നദ്ധതയാണ് ശാസ്ത്രബോധത്തിന്റെ മറ്റൊരു സവിശേഷത. 3 ചോദ്യങ്ങൾ കേൾക്കാനും ചോദ്യം ഉന്നയിക്കാനുമുള്ള, അത് കേവലമായ പരിഹാസമോ കൂലോ അല്ല, മറിച്ച് സംവാദത്തിനുള്ള സന്നദ്ധത. ഇതെല്ലാം ഒത്തുചേരുന്നതിനെയാണ് നമ്മൾ ശാസ്ത്രബോധം എന്ന് പറയുന്നത്. മാനവികത എന്ന് പറയുന്നത് മനുഷ്യരെ എല്ലാം തുല്യരായി കാണുന്ന, ജാതി, മതം, വർണ്ണം, ലിംഗം, ഇതെല്ലാം എല്ലാ ഹോമോസാപ്പിയൻസും ആണ്. ഇന്നലെ ഞാൻ പറഞ്ഞു അത്. ആ ഹോമോസാപ്പിയൻസിന്റെ എല്ലാം ഒറ്റ സ്പീഷീസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റെല്ലാ ഭേദങ്ങളെയും തിരസ്കരിക്കുന്ന ഒരു സമീപനം. അങ്ങനെ എല്ലാവരും തുല്യമാണെന്നുണ്ടെങ്കിൽ സംവരണം എന്തിനാണെന്നുള്ള ചോദ്യം വരില്ല. കാരണം പിന്തള്ളപ്പെട്ടവരുടെയും പിന്തള്ളപ്പെടുന്നവരുടെയും പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് മാനവികതയുടെ ഇതാണ്. രാഷ്ട്രീയം അത് അധികാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ജനശക്തിയായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ എന്തിന് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ സാമൂഹ്യ പുരോഗതി ഏത് ദിശയിലാണ് ഇനി പോകേണ്ടത്, ആ ദിശയെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യമാണ്. അതിനു വേണ്ടിയിട്ട് പറയാനും വാദിക്കാനുമുള്ള, പ്രവർത്തിക്കാനുമുള്ള സന്നദ്ധത. അപ്പോഴാണ് രാഷ്ട്രീയം അർത്ഥപൂർണമാണ്. എന്ന് പറഞ്ഞാൽ ആ രാഷ്ട്രീയം ശാസ്ത്രീയതയിലും ശാസ്ത്രബോധത്തിലും മാനവികതയിലും മുന്നിയതായിരിക്കും. അപ്പോൾ ശാസ്ത്രബോധം, മാനവികത, രാഷ്ട്രീയം, ഇത് 3ഉം ഉയർത്തിക്കൊണ്ടാണ് നമ്മൾ പൊതുലോകത്തിലേക്ക് ഒരു കൈത്തിരി കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കേരളത്തെ സജ്ജമാക്കാൻ കഴിയുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് നമ്മൾ ശരിക്കും ഇത്തരത്തിലുള്ള ചർച്ചകളിലൂടെ തുടക്കം തന്നെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗമാണ്. പക്ഷെ അതിനെ ത്വരിതപ്പെടുത്തുക എന്ന് പറയുന്നത്, ആക്സിലേറ്റ് ചെയ്യുക എന്നുള്ള പ്രവർത്തനമാണ് നമ്മൾ ഇത്തരം ക്യാമ്പയിനുകളിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ചാർലി ചാപ്ലിനാണ് പറഞ്ഞത്, ലെറ്റ് us fight for a new world, a decent world എന്ന് പറയുന്നത്. മുതലാളിത്തത്തിന്റെ, യന്ത്രവൽക്കരണത്തിന്റെ, യാന്ത്രികതയുടെ പറ്റിയിട്ടുള്ള ലാസ്റ്റ്, അതുപോലെ ഹിറ്റ്ലറുടെ ഇതിന്റെ ഇത് കഴിഞ്ഞിട്ടാണ്, ഡിക്റ്റേറ്ററുടെ അവസാനത്തിലെന്ന് തോന്നുന്നു ആ സെന്റൻസ് ഉണ്ട്. നമുക്കൊരു സെന്റൻസ് കൂടെ പറയണം, എനിക്വിറ്റബിൾ ആൻഡ് സസ്റ്റൈനബിൾ വേൾഡ്. നീതിപൂർവവും സുസ്ഥിരവുമായ ഒരു ലോകത്തെ കുറിച്ചിട്ട് നമ്മൾ സ്വപ്നം കാണാനായിട്ട് ജനങ്ങളെ പഠിപ്പിക്കണം. വരും തലമുറ എല്ലാം ചിരിച്ച് സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഒരു ലോകത്തിന് വേണ്ടി. നന്ദി.